പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, കർത്താവിനെ അറിയുവാനിടയായി തീർന്ന നല്ല സാഹചര്യങ്ങൾ, കർത്താവ് വിളിച്ചിറക്കിയതായ ആ നല്ല ചിന്തകൾ, അനുഭവങ്ങൾ ഒക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ സജി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ സജിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ ദാസി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നൊന്ന് പറയാം. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നും വണ്ടൻമേടിനടുത്തുള്ള ചേറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അരോമ ടി വിയിൽ പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം പാസ്റ്റർ തന്നതിനെ ഡാനിയൽ പാസ്റ്ററിനോടും അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ മുഴുമഹത്വവും അർപ്പിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, മുന്നോട്ടെ. കർത്താവിന്റെ ദാസിക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ദൈവദാസിനെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും മാതാപിതാക്കന്മാർ സഹോദരങ്ങളെ കുറിച്ചും അതുപോലെ കർത്താവിന്റെ ദാസിയുടെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ ബാല്യകാലത്തിലെ നല്ല ഓർമ്മകള്, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ച്, അതുപോലെ ജീവിതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കാം. പ്രൈസ് ലോർഡ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നും ചേറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ സജി പി ജോൺ. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ ജെഫിൻ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോൾ ജെമി കോളേജ് ഫസ്റ്റ് ഇയർ കോയമ്പത്തൂർ ലെവൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ ചേറ്റുകുഴിയിൽ ജീവൻ ജ്യോതി ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന പേരിലാണ് ഞങ്ങളുടെ ചർച്ച്. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. സുവിശേഷ വേലയോടനുബന്ധിച്ച് കർത്താവ് ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നു. ഇതാണ് പാസ്റ്ററെ എന്റെ ഇവിടുത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഞാൻ മലയാളി അല്ല. ഞാൻ കന്നഡ ബ്രാഹ്മിൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കർത്താവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട് ഞാൻ പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് എന്റെ പപ്പ മമ്മി 2 പേരും ഉണ്ട്. അവരിപ്പോ സെറ്റിൽ ആയിരിക്കുന്നത് തിരുപ്പൂർ, തമിഴ്നാട് തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പപ്പായും മമ്മിയും സെറ്റിൽ ആയിരിക്കുന്നത്. ഞങ്ങൾ 3 സഹോദരികളാണ് എന്റെ പപ്പയ്ക്കും മമ്മിക്കും. എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്. അവരെല്ലാവരും അവിടെയൊക്കെ തന്നെ അവർ കുടുംബമായിട്ട് അവിടെ കഴിയുന്നു. അവരാരും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് യേശു ക്രിസ്തു എന്നെ കണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഈ മഹത്വകരമേറിയ ശുശ്രൂഷയിലും കർത്താവിന്റെ മകൾ എന്ന ആ പദവിയിലേക്കും കടന്നു വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നെ എന്റെ ബാല്യകാലം, കുഞ്ഞിലെ കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ പപ്പ ഞങ്ങൾ ആയിരുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു ഭക്തിയിലും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ ഭക്തിയോടുകൂടിയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ രണ്ടാമത്തെ അവർ വിചാരിച്ചിരുന്ന എന്റെ പപ്പയും മമ്മിയും രണ്ടാമത്തെ മോനായിരിക്കണമെന്ന്. പക്ഷെ ഞാൻ മോളായിരുന്നു. എന്നാലും എന്നെ വളർത്തിയിരുന്നത് അവർ കണ്ടിരുന്നതും മോൻ എന്നുള്ള ആ ഒരു രീതിയിലാണ് എന്നെ കണ്ടിരുന്നതും. അങ്ങനെ എല്ലാ ബോൾഡായിട്ട് എല്ലാ മേഖലയിലും പപ്പായുടെ കൂടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിലും പൂജാ കാര്യങ്ങളിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിലും പഠന കാര്യത്തിലാണെങ്കിലും ഫുൾ ഫ്രീഡം ഉണ്ട്. എന്റെ ചേച്ചിയെ അനിയത്തിയെ കാട്ടിലും എനിക്ക് ഫ്രീഡം ഉണ്ട്. കാരണം നീ എത്ര വേണമെങ്കിലും പഠിച്ചോ എന്ന് പറയും. സ്പോർട്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും തടസ്സം എന്റെ പപ്പ പറയാറില്ലായിരുന്നു. മോൾ പഠിച്ചോ അല്ലെങ്കിൽ സ്പോർട്സിന് പോയിക്കോ എന്ന് പറഞ്ഞ് വിവിധ ഫീൽഡിലുള്ള സ്പോർട്സിന് അറ്റൻഡ് ചെയ്യുകയും അല്ലാതെ സ്കൂളിൽ തന്നെയുള്ള മറ്റു പ്രോഗ്രാംസിൽ സ്പീച്ച് അല്ലെങ്കിൽ റൈറ്റിംഗ് അങ്ങനെ എന്തൊക്കെ മത്സരങ്ങളുണ്ടോ അതിനകത്തെല്ലാം ഞാൻ പോവുകയും പങ്കാളികളാകുകയും ചെയ്ത് അങ്ങനെ വളർന്നിരുന്നു. എന്നാൽ മറുഭാഗത്ത് എന്റെ പപ്പായെ പോലെ തന്നെ ഞാൻ അന്ന് ആയിരുന്ന ആ പശ്ചാത്തലത്തിൽ അതിനകത്ത് വളരെ ഭക്തിയിൽ അല്ലെങ്കിൽ അത് ഒത്തിരി എനിക്ക് അറിയണമെന്നുള്ള ഒരു ആഗ്രഹവും അത് പഠിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം പപ്പ എന്നെ കൂടെ നിർത്തിയാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അതിനകത്ത് പോവുകയും അതായത് ആ ഒരു ഇതിനകത്തുള്ള ആ ഏജ് പരിധി വരെയുള്ള 10 വയസ്സിന് വരെയുള്ള ടൈമുകളിൽ എല്ലാത്തിനകത്തും അകത്തെ പോയി പൂജ ചെയ്യുന്ന കാര്യങ്ങൾ വരെയും എല്ലാം എന്റെ പപ്പ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത്
എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്, പൂജ ചെയ്യുന്നത്, പ്രതിഷ്ഠിക്കുന്നത്, എല്ലാം എല്ലാം A to Z എന്നെ എന്റെ പപ്പ കൂടെ നിർത്തി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, അതെല്ലാം പഠിച്ചിട്ടുണ്ട്. എനിക്കും ആ കാര്യത്തിൽ വളരെ തീക്ഷ്ണതയുള്ള വ്യക്തി തന്നെയായിരുന്നു ഞാൻ. എന്നും അതിനകത്ത് എന്തൊക്കെ വ്രതങ്ങൾ നോക്കാൻ പറ്റും, പൂജകൾ ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, അമ്പലങ്ങളിൽ പോകുന്നത്, അത് ഓരോ ദിവസങ്ങളിൽ ഓരോ അമ്പലങ്ങളാണ് സ്പെഷ്യൽ ആയിട്ട് പോകുന്നത്, അങ്ങനെയാണ്. അപ്പൊ അതതാ കറക്റ്റ് ദിവസങ്ങളിലുള്ള അതതാ അമ്പലങ്ങളിൽ പോവുകയും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും അങ്ങനെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ വളർന്നു വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ കർത്താവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട് വചനം ഇപ്രകാരമാണല്ലോ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടിരുന്നു, എനിക്കായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്കിലും, ഹല്ലേലൂയ, എന്റെ പപ്പ എത്ര തന്നെ ഭക്തിയിൽ എന്നെ വളർത്തിയിരുന്നുവെങ്കിലും കർത്താവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട്, ആമേൻ, ആ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് എനിക്ക് ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് ആമേൻ കറക്റ്റ്, എന്താണ് റോങ്, അല്ലെങ്കിൽ എന്താണ് സത്യം അസത്യം എന്നുള്ളതൊക്കെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് വളരെ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രീസ് ദി ലോർഡ്. അങ്ങനെ എന്റെ പപ്പ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. എന്റെ കൊച്ചു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർത്തിരുന്ന ആ ഏരിയയിൽ മുഴുവനും ആമേൻ യാതൊരു ഇതും മറ്റുള്ള മതങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു കൾച്ചേഴ്സ് ഒന്നും അവിടെ അധികമില്ല. എല്ലാം മിക്കവും ഞങ്ങളുടെ ആൾക്കാർ മാത്രമായിട്ട്, ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ ഹിന്ദുസ് മാത്രമായിട്ടുള്ള ഒരു ഏരിയയാണ്. ആമേൻ. അമ്പലങ്ങളും വീടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജകൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു ഒരു മതത്തിനെ കുറിച്ചും എസ്പെഷ്യലി കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ഞാൻ യാതൊരു കാര്യങ്ങളും കേട്ടിരുന്നുമില്ല, കണ്ടിരുന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞാൽ ഊട്ടിക്കടുത്തുള്ള സ്ഥലം മേട്ടുപ്പാളയം എന്ന് പറയും. എന്റെ പപ്പായ്ക്ക് റയോൺ കമ്പനിയിലായിരുന്നു ജോലി. അപ്പൊ പപ്പായുടെ ജോലി അവിടെ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം അവിടെയായിരുന്നു. തമിഴ്നാട്ടിൽ ഊട്ടിക്കടുത്തുള്ള സ്ഥലം മേട്ടുപ്പാളയത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടെ ആ ഏരിയയിൽ അങ്ങനെ താമസിച്ചിരുന്ന സ്ഥലത്ത് യാതൊരു മറ്റുള്ളതൊന്നും അറിയാൻ എനിക്ക് വഴിയില്ലാതിരുന്ന സമയമാണ്. പക്ഷെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിലും അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് തന്നെയായിരിക്കും. പക്ഷെ 9th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ മാത്രമാണ് ഒരേ ഒരു മോള്, ഹല്ലേലൂയ, ഒരു കൊച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു, 9th വന്ന് ജോയിൻ ചെയ്യുക. അതും ഹാഫ് ഇയർലിയോട് അടുക്കുന്ന സമയമായപ്പോഴാണ് ആ മോൾ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്തിരുന്ന സമയത്ത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ വേറൊരു സ്ഥലത്ത് നിന്നും, അവരുടെ പപ്പ ബാങ്കിൽ വർക്ക് ചെയ്യുന്നയാളായിരുന്നു. ആ പപ്പയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പം ആ മോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തതാണ്. അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു. ആ ഒരു മോള് മാത്രമേ ഉള്ളൂ. ഞാൻ 9th സ്റ്റാൻഡേർഡ് വന്നപ്പോൾ 9th 10th ആ മോളുടെ കൂടെ പഠിച്ചു, എന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ ഒരു ക്രിസ്ത്യനെ കാണുന്നത്. അല്ലാതെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്റെ പപ്പായുടെ ജ്യേഷ്ഠന്റെ വലിയ പപ്പായുടെ വീട്ടിലേക്ക് ഞങ്ങൾ അവധിക്കൊക്കെ പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാത്തലിക് ചർച്ച് കണ്ടിട്ടുണ്ട്. ഒത്തിരി ഒരു വലിയ ചർച്ചാണ്. വലിയ ചർച്ച് മീൻസ് ഒത്തിരി സ്ഥലമുണ്ട്, ഒത്തിരി സ്ഥലം. കോമ്പൗണ്ട് ഗേറ്റ് കഴിഞ്ഞിട്ട് ഈ ചർച്ചിന്റെ ബിൽഡിംഗ് വരുന്നത് ഒത്തിരി ഉള്ളിലേക്ക് മാറിയാണ്, ദൂരെ നിന്നേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കാത്തലിക് ചർച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെയും അകത്തൊന്നും കയറിയിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു കൊച്ചു പ്രായത്തിൽ, അല്ലെങ്കിൽ അന്ന് ഞാൻ മനസ്സിലോർന്നതൊക്കെ, അത് അവിടെ കാത്തലിക് ചർച്ച് ആയതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ ക്രൂശിതനായ യേശു അങ്ങനെ ഒരു ഇതൊക്കെ വെളിയിൽ രൂപമൊക്കെ വെച്ചിരുന്നു. അപ്പൊ അത് ദൂരെ നിന്ന് കണ്ടാലേ കാണാൻ പറ്റും, വലുതാണ്. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഓ, ഇത് ക്രിസ്ത്യൻസിന്റെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്, പക്ഷെ ഇത് ഏതൊക്കെയോ ഒന്നുകിൽ ഈ നമ്മുടെ നാട്ടിലുള്ളവരുടെ തന്നെയല്ല, വിദേശികളുടെയോ ആരുടെയൊക്കെയോ ദൈവമാണിത് എന്നൊക്കെയാണ് അന്ന് എന്റെ കുഞ്ഞു പ്രായത്തിൽ ആ മനസ്സിൽ എനിക്ക് കയറി വന്നത്. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായി ആ കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി ചോര വരെയും ചിന്തിയത് എന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിനും എന്നെ രക്ഷിക്കുവാനും വേണ്ടി കൂടിയാണെന്നുള്ളത്, ആമേൻ, അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് എന്നെ വീണ്ടെടുത്തിരുന്നത് കൊണ്ട് കറക്റ്റ് സമയമായപ്പോൾ അത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും ദൈവത്തിന്റെ മകളായി തീരുവാനും എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ യൗവനപ്രായം, കുഞ്ഞുപ്രായം, എല്ലാം കൗമാരം, അങ്ങനെ മുഴുവനും തന്നെ എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വരപ്പെട്ടത്. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആ ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് തീയിൽ കൂടി നടക്കത്തില്ലേ, ആടി എന്നൊക്കെ പറയും, തീക്കുണ്ടം. അങ്ങനെ 60 അടി നീളമുള്ള തീക്കുണ്ടത്തിലൊക്കെ ഞാൻ വ്രതം നോക്കി, കഠിന വ്രതം. അത് ഒരു മാസത്തോളമൊക്കെ വ്രതം നോക്കണം. എന്റെ പപ്പായും മമ്മിയും അത് ചെയ്തപ്പം, പക്ഷെ ഞാൻ ആ തീക്കുണ്ടത്തിൽ നടക്കുമ്പോൾ എനിക്ക് 7ാം ക്ലാസ്സിൽ എങ്ങാണ്ടാണ് ഞാൻ പഠിക്കുന്നത്, 13 വയസ്സെങ്ങാണ്ട്, 12 അല്ല അത്ര ഏജ്, 12 വയസ്സല്ലേ 13 വയസ്സ് കാണും, അത് കൂടുതലില്ല. ആ കുഞ്ഞു പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ ആമേൻ, എന്റെ പപ്പായുടെ കൂടെ കഠിനമായ വ്രതങ്ങൾ ഞാൻ നോക്കി ആ ആഴിക്കകത്ത് ഞാൻ നടന്നിട്ടുണ്ട്.
അങ്ങനെ അവിടെയുള്ള ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആഴിക്കകത്ത് നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു കാര്യം എനിക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രത്യേകിച്ച് പറയുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പിന്നീട് എന്റെ മമ്മിയിൽ നിന്നും എന്റെ മമ്മിയുടെ ബ്രദർ എന്റെ അമ്മാച്ചനിൽ നിന്നും കേട്ട കാര്യങ്ങളാണ്. ഞാൻ ജനിച്ച് 3 മാസം ആയിരുന്നപ്പോൾ നടന്ന ഒരു സംഭവം എന്റെ മമ്മിയിൽ നിന്നും എന്റെ അമ്മാച്ചനിൽ നിന്നും കേട്ട സംഭവമാണ്. അമേൻ. അതിൽ മുമ്പ് തന്നെ ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ, അമേൻ, ഉദരത്തിൽ ഉരുവായി ഞാൻ എന്റെ മമ്മി എന്നെ കൺസീവ് ആയപ്പോൾ തന്നെ മമ്മിയെ ഒരു പൈശാചിക ബാധ ബാധിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ മമ്മി അതിന്റെ നല്ല സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രോബ്ലത്തിലൂടെ മമ്മി കടന്നുപോയത് കൊണ്ട് എനിക്ക് വേണ്ട കെയറിങ് പരിചരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എത്രയോ പ്രാവശ്യം പിന്നീട് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മിയെ തന്നെ നശിപ്പിക്കാനും ഞാൻ ഉദരത്തിലായിരിക്കുന്ന എന്നെ നശിപ്പിക്കുവാനും ഒക്കെ ഈ പൈശാചിക പ്രേരണയാൽ പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ മുമ്പേ പറഞ്ഞ അതേ വചനം തന്നെ അത് വീണ്ടും വീണ്ടും എനിക്ക് എന്റെ ജീവിതത്തിൽ കർത്താവ് വചനത്തിൽ ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ, ഞാൻ പിന്നാകാരമായി ഇരുന്നപ്പോൾ തന്നെ, ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നമേ ക്രിസ്തുയേശുവിൽ കർത്താവ് എന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതൊരു പൈശാചിക ശക്തി കടന്നു വന്നെന്ന് പറഞ്ഞാലും അത് കെയർ ചെയ്യേണ്ട മമ്മിയിലൂടെ തന്നെ എന്നെ നശിപ്പിക്കുവാൻ നോക്കിയാലും ആമേൻ അതിന് വിട്ടുകൊടുക്കാത്ത മാറാത്ത ദൈവം, അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന കർത്താവ് ആമേൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അത് ഇപ്പോഴല്ല, ഞാൻ കർത്താവിനെ അറിയാതിരുന്ന, ഞാൻ ജനിക്കുന്നതിന് മുന്നമേ എന്നെ എന്റെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഡെലിവറിയായി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 2.5 മാസം 3 മാസം പോലും തികച്ചില്ല. അമേൻ. അങ്ങനെ ആയിരുന്ന സമയത്ത് മമ്മിയുടെ വീട്ടിലാണല്ലോ ഡെലിവറി കഴിഞ്ഞപ്പോൾ, മമ്മിയുടെ വീട്ടിലാണ്. അമ്മാച്ചനുണ്ട്. കുഞ്ഞു വല്ലാതെ കരയുന്ന, നോർമലി കുഞ്ഞു കരയുന്ന ശബ്ദമല്ല, എന്തോ ഒരു സ്ട്രഗിൾ ചെയ്ത് കരയുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് അപ്പുറത്തെ മുറിയിൽ ഇരുന്ന അമ്മാച്ചൻ ഓടി വന്ന് നോക്കിയപ്പോൾ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ എന്റെ മമ്മി കഴുത്തിൽ പിടിച്ച് കൈവച്ച് ഞെരിക്കുകയാണ്. ആ സംഭവമാണ് എന്റെ അമ്മാച്ചൻ കണ്ടത്. അത് കണ്ടിട്ട് പെട്ടെന്ന് ഓടി വന്ന് എന്റെ മമ്മിയെ പിടിച്ചു മാറ്റി എന്നെ കയ്യിലെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അത് ഞാൻ വളർന്നു കഴിഞ്ഞതിന് ശേഷം, എനിക്ക് അറിവായതിനു ശേഷം എന്നെ കാണുമ്പോഴെല്ലാം എന്റെ അമ്മാച്ചൻ പറയും, എടി നീ എന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു, നിന്നെ രക്ഷിച്ചത് ഞാനാ, നിന്റെ അമ്മ തന്നെ നിന്നെ തീർക്കാൻ നോക്കിയതാണ്, നിന്നെ രക്ഷിച്ചത് ഞാനാന്നും പറഞ്ഞ് എന്റെ അമ്മാച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അമ്മാച്ചൻ രക്ഷിച്ചു എന്ന് അമ്മാച്ചൻ പറയുമ്പോഴും അതല്ല, ആമേൻ, സംരക്ഷിക്കേണ്ട മാതാവിന്റെ കരത്തിലൂടെ തന്നെ തീർക്കുവാനായിട്ട് ആമേൻ സ്തോത്രം ശത്രു പദ്ധതിയിട്ടപ്പോൾ അതിനകത്ത് നിന്നും എന്റെ ദൈവമാണ് എന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവിക കാര്യപരിപാടികൾക്ക് വേണ്ടി ഏതൊരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നുവോ അതിനെ മുഴുവനും നശിപ്പിക്കുവാൻ നോക്കിയ ആമേൻ ഹല്ലേലൂയ പരമോന്നത ശക്തികൾ അന്നു മുതൽ, ഞാൻ പഴയ നിയമം മുതൽ തന്നെ കണ്ടുവരുന്നുണ്ട്. മോശയെ നശിപ്പിക്കുവാൻ നോക്കി, പക്ഷെ പദ്ധതിക്കായി ജനിച്ച ഒരു കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഒരു ആധിപത്യത്തിനും ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ തന്നെ പിന്നീട് ഏതൊക്കെ നമ്മൾ ബൈബിൾ വായിച്ചു വരികയാണെങ്കിൽ ആമേൻ എനിക്ക് മനസ്സിലായ കാര്യം, ദൈവിക പദ്ധതിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യം, ഈ സ്വർഗത്തിലെ പദ്ധതി ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് ഏതൊരു വ്യക്തിയെ കർത്താവ് കണ്ടിരിക്കുന്നുവോ ആ കുഞ്ഞിനെ നശിപ്പിക്കണം, കുഞ്ഞിലെ തന്നെ ഇല്ലാതാക്കി തീർക്കണം എന്നുള്ളത് ശത്രുവിന്റെ പദ്ധതിയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ആമേൻ സ്തോത്രം ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവിനെ സംരക്ഷിച്ച അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ആമേൻ എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അവൻ ഒന്നിനും നശിപ്പിക്കുവാൻ നമ്മെ വിട്ടുകൊടുക്കത്തില്ല. ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള ദേഹിയോടുകൂടെ നാം സാക്ഷീകരിക്കുവാൻ കർത്താവ് നമ്മെ നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ കണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മെ അതിനായിട്ട് ഉപയോഗിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. എന്റെ ആമേൻ കുഞ്ഞ് യൗവനം, കൗമാരം, അങ്ങനെയുള്ള കുഞ്ഞിലെ പ്രായം എല്ലാം തന്നെ കർത്താവിനെ അറിയാതിരുന്ന ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞ് എന്റെ യൗവനം വന്നതിന് ശേഷം ഞങ്ങളുടെ വിവാഹം നടന്നു. എനിക്ക് കർത്താവ് കൂട്ടായി തന്നിരിക്കുന്ന എനിക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി എന്ന് പറയുന്നത് പാസ്റ്റർ സജി പി ജോൺ. ആമേൻ. കർത്താവ് എനിക്ക് കൂട്ടായി തന്നിരിക്കുന്ന വ്യക്തി. ആമേൻ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ അരോമ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ക്രിസ്ത്യൻസ് തന്നെയാണ്. ക്രിസ്ത്യൻസിൽ തന്നെ ഒരു വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട്, യുയോമയം എന്ന് പറയും, അതായത് 5.5 സമുദായം എന്ന് പറയും. ആ 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് കാത്തിരുന്ന ഒരു കൂട്ടമായിരുന്നു. ഇന്നേക്ക് ഒരു 130-140 വർഷത്തിന് മുമ്പേ ആ സഭ രൂപീകരിച്ചവർക്ക് കിട്ടിയ ദർശനപ്രകാരം 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് അവർ കാത്തിരുന്നു. വരാതെ പോയതോടുകൂടെ കുറച്ചുപേർ മാറിപ്പോയി. ചിലവർ അതിനകത്ത് ഉണ്ടായിരുന്ന മെയിൻ ആൾ, ആ ദർശനം കണ്ടവരൊക്കെ പറഞ്ഞു കർത്താവ് വന്നു, കാണേണ്ടവർ കണ്ടു,
അത്രേ ഉള്ളെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചുപേർ നിന്നിരുന്നു. അങ്ങനെ ഒരു അതായത് അവർ വിശ്വസിക്കുന്നത് സ്വർഗം നരകം ഇനിയില്ല, കർത്താവിന്റെ രണ്ടാം വരവ് ഇനിയില്ല എന്നുള്ള ഒരു ഭാഗമാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു വ്യക്തിയാണ് ദൈവം എനിക്ക് കൂട്ടായി തന്നിരുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ അതേ പ്രത്യേകത തന്നെയാണ്. കാരണം ഈ ആ സഭ രൂപീകരിച്ച വ്യക്തി എന്ന് പറയുന്നത് വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. ക്രിസ്ത്യൻ കൺവേർട്ടായി വന്നിട്ട് താൻ രൂപീകരിച്ച ഒരു സഭയായിരുന്നു യുയോമയം എന്ന് പറയുന്ന സഭ. അതിനകത്ത് അവരുടെ കൾച്ചേഴ്സ് മുഴുവനും ബ്രാഹ്മിൻസ് കൾച്ചേഴ്സ് പോലെ തന്നെ വരും, ഞങ്ങളുടെ അതുപോലെ തന്നെ വരും. പിന്നെ എന്റെ വീടിനടുത്ത് എന്റെ ഹസ്ബൻഡ് ബ്രദേഴ്സ് 2 ജ്യേഷ്ഠന്മാർ അവിടെയുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന അവരെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അവർ മുഖാന്തരം ഞങ്ങളുടെ കൾച്ചേഴ്സ് എല്ലാം ഒരുപോലത്തെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിയുവാനിടയായിത്തീരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും ഞങ്ങൾ സ്തോത്രം കർത്താവിനെ അറിയുവാനോ കർത്താവിന്റെ വഴിയിലേക്ക് കടന്നു വരുവാനോ ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ല. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മാത്രമേ ഞങ്ങൾ വീട്ടിൽ ഇവിടെ കുടുംബത്തിൽ നിന്നിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാരേജ് കഴിഞ്ഞതിന് കുറച്ച് നാളുകളൊക്കെ ഞങ്ങൾ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചായിട്ട് ഞങ്ങൾ ഡെവലപ്പായി കഴിഞ്ഞിട്ട് ആ ചെയ്തുകൊണ്ടിരുന്ന പ്രിന്റിങ്ങിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രിന്റിംഗ് വർക്ക് സ്വന്തം വർക്ക് ചെയ്യുകയല്ല, സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യണമെന്നുള്ള ആ ഒരു ലെവൽ വരെയായി. 15 ജോലിക്കാർ, വൈകിട്ട് 15 പേര് കാണും, പകല് 15 പേര് കാണും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തു. അപ്പോഴും ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടും ഹസ്ബൻഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർക്കും ഹസ്ബൻഡ് തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവിടെയൊക്കെ വന്ന് പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് വന്നതുകൊണ്ട് ഹൈന്ദവ ചായയോടുകൂടിയായിരുന്നു അവർക്കും താല്പര്യം. കാരണം ഇവർക്ക് സൺഡേസിൽ ചർച്ചസ് ഇല്ല, പ്രെയർ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഭക്തിയായിരിക്കുന്നതുകൊണ്ട് എന്റെ കൂടെ ചേരും. അതിനു മുമ്പ് ഇതിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയൊക്കെ അമ്പലത്തിൽ പോവുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പിന്നെ അമ്പലത്തിൽ പോകുന്നതും പൂജാ കാര്യങ്ങൾ ചെയ്യുന്നതും. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ബിസിനസ് നല്ലപോലെ ഡെവലപ്പായി വരാൻ വേണ്ടി എന്തൊക്കെ പൂജകൾ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മന്ത്രങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഗണപതി ഹോമം അങ്ങനെ എന്നൊക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ഞങ്ങൾ ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ചെയ്തു വന്നെങ്കിലും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നല്ലതായിട്ട് സന്തോഷത്തോടു കൂടെ പോയി. പക്ഷെ കുറെ നാളുകൾ കഴിയുമ്പം സ്തോത്രം ആ ബിസിനസ് മുഴുവനും ഡൗൺ ആകാൻ തുടങ്ങി. ഡൗൺ ആകാന്ന് പറഞ്ഞാൽ കുറേശ്ശെ താഴോട്ട് പോകുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ബിസിനസ്സിന് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്നുള്ള ലെവൽ വരെ അങ്ങനെ നമുക്ക് മനസ്സിലായപ്പം അങ്ങനെയായിരുന്ന സമയത്ത് ഹസ്ബൻഡ് ജീസസ് കോൾസ് മിനിസ്ട്രി നമ്മൾ അറിയുന്ന യേശു വിളിക്കുന്നു, അവരുടെ കോയമ്പത്തൂർ, ചെന്നൈയിലെല്ലാം അവരുടെ പ്രയർ ടവേഴ്സ് ഉണ്ടല്ലോ, അവിടെ വിളിച്ചിട്ട് അവിടെയുള്ള പ്രയർ വാരിയേഴ്സിനോട് പ്രാർത്ഥിക്കാനായിട്ട് ചോദിക്കുമായിരുന്നു. ഞങ്ങളുടെ ഈ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ചോദിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പോഴും ഞാൻ പൂജകൾക്ക് പോവുകയും അമ്പലങ്ങൾക്ക് പോവുകയും ഞാൻ ദൈവമെന്ന് വിശ്വസിച്ചിരുന്ന അവരോട് പ്രാർത്ഥിക്കുകയും ഒക്കെ മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ഞാൻ പോയിരുന്നില്ല. പക്ഷെ ഇതിനോടിടയ്ക്ക് സ്വത്രം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു LP സ്കൂൾ നടത്തുന്ന സാറും ടീച്ചറും ഉണ്ട്. CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ആ ടീച്ചർ അവർ സെക്കൻഡ് സാറ്റർഡേയിൽ അടുത്തുള്ള കുഞ്ഞുങ്ങൾ ആരെയും നിർബന്ധിക്കത്തില്ല, കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കളിച്ചു നടക്കുന്നവരെ അല്ലെങ്കിൽ യൂത്ത്സ് ആയിട്ടിരിക്കുന്നവരെ അവരെ വിളിച്ചിട്ട് ആ ടീച്ചർ പറയും യേശുവിനെ കുറിച്ചുള്ള പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. സെക്കൻഡ് സാറ്റർഡേയിൽ മാത്രം. അപ്പം എന്റെ വീടിനടുത്ത്, ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള കുഞ്ഞുങ്ങൾ എന്നോട് ഫ്രണ്ട്ലിയാണ്, എന്നോട് കൂടെ എപ്പോഴും. കാരണം പപ്പായും മമ്മി അവരെല്ലാം ജോലിക്ക് പോകും, എന്റെ ഹസ്ബൻഡ് പോകും, പിന്നെ ഞാനും ആ കുഞ്ഞുങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ. കുഞ്ഞുങ്ങൾ മീൻസ് 10-15 വയസ്സല്ല 18 വയസ്സൊക്കെ ഉള്ള പിള്ളേരൊക്കെയാണ് അവര്. അപ്പൊ ആ പിള്ളേരെ ടീച്ചർ വിളിക്കുന്നെന്ന് പറഞ്ഞ് അവർ പോകും. അവർ പോയിട്ട് അവർക്കൊരു ജോലിയായിട്ട് ഒരു പാട്ട് പഠിക്കാമെന്നുള്ള അത്രയൊക്കെ അതേ അവർ കണ്ടിരുന്നു. അവർ പോകും. 1-2 ദിവസം പോയി. പിന്നെ സെക്കൻഡ് സാറ്റർഡേ വന്നപ്പം എന്നെ വിളിച്ചു, ചേച്ചിയും കൂടെ വാ ചേച്ചി, നമുക്ക് പോയി, ആ ടീച്ചർ ഒരു പാട്ടല്ലേ പഠിപ്പിക്കുന്നുള്ളൂ, അവരുടെ വീട് അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ഒത്തിരി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് പാട്ടൊക്കെ പഠിക്കുകയും ചെയ്യാം, അത് കണ്ടിട്ടും വരാം, ടീച്ചറിനെ കണ്ട് സംസാരിക്കാം. ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം ആയി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ആ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാം, അപ്പൊ എനിക്കും ടൈം പാസ് ആകണ്ടേ. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഞാനും വരാം, എന്താ ചെയ്യുന്നെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഞാനും അവിടെ പോകുവാനിടയായി തീർന്നു. അപ്പൊ പോകുമ്പം അവിടെ വേറെ ആരുമില്ല, സാറ് പോലും ഇല്ല, ടീച്ചർ മാത്രമാണ്. ആ ടീച്ചർ ഈ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി അവർക്ക് കുഞ്ഞു പാട്ടുകൾ, തമിഴാണ് പഠിപ്പിക്കുന്നത്. തമിഴിൽ കൊച്ചു യേശുവിന്റെ പാട്ടുകൾ, കഥ, അതായത് ഈ ബൈബിൾ സ്റ്റോറീസ് തന്നെ കഥ പോലെ പറഞ്ഞു കൊടുക്കുക.
കൊച്ചു പാട്ടുകൾ പഠിപ്പിക്കുക, എന്നിട്ട് അവരെ അവിടെ എത്തി എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ വിടുക. അത്രേ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് പോയപ്പം എന്നോട് ടീച്ചർ സന്തോഷത്തോടെ സംസാരിച്ചു. എന്നോ പേരെന്തുവാന്നൊക്കെ ചോദിച്ചു. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യേശുവിനോട് മോളെ പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ സുവിശേഷമായിട്ടോ കർത്താവായ യേശുക്രിസ്തു എന്തിന് ഈ ഭൂമിയിൽ കടന്നു വന്നെന്നോ അല്ലെങ്കിൽ രക്ഷ എന്താണെന്നോ വീണ്ടെടുപ്പ് എന്താണെന്നോ ഒന്നും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് അവർ പറഞ്ഞിരുന്നില്ല. അപ്പൊ മീറ്റിംഗ് അതിന് മാത്രം പോകും, വരും, യേശുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാ ദൈവങ്ങളുടെ കൂടത്തിൽ യേശുവിനെയും കൂടെ വെച്ച് പ്രാർത്ഥിക്കാം, ഇത്ര തന്നെ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പൊ കുറച്ച് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം പോയപ്പോൾ, എപ്പോ 2 പ്രാവശ്യം ഞാൻ പോയപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോഴും കുഞ്ഞുങ്ങളും ടീച്ചറും മാത്രമായിരുന്നു. 4th ടൈം പോയപ്പോഴാണ് കുറച്ചുകൂടി പേര് ഉണ്ടായിരുന്നു. ആ ടീച്ചറുണ്ട്, ടീച്ചറുടെ മക്കളുണ്ട്, അല്ലാതെ കുറച്ച് 3-4 ജെൻസ് ഉണ്ട്. ഒരു 10-20 പേർ മൊത്തത്തിൽ കാണും, 20 പേര് കൂടുതലില്ല. അപ്പൊ അന്ന് സാറാണ് അവിടെ പ്രസംഗിച്ചു. പാട്ടും ആരാധനയും എല്ലാം കഴിഞ്ഞിട്ട് സാർ തമിഴിൽ പ്രസംഗിച്ചു. കരഞ്ഞുകൊണ്ടാണ് വാക്യങ്ങൾ പറഞ്ഞതും പ്രസംഗിച്ചതും ഒക്കെ. അപ്പം തമിഴിൽ പ്രസംഗിച്ചു. എനിക്ക് മനസ്സിലായി മീൻസ് ബൈബിൾ വേർഡ്സ് എനിക്ക് മനസ്സിലായില്ല, ഇവരെന്ത് ദൈവത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ ടീച്ചർ ആരാധിക്കുമ്പം ഞാൻ ആരാധിക്കുന്ന ഒരു പാട്ട് പാടുന്നൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ടീച്ചറോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെയാണോ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ മൗനമായിട്ടിരുന്നിട്ട് കൈ കൂപ്പി ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇത് നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കുന്നേ ഇല്ലല്ലോ, പാട്ട് പാടുന്നു, എന്തൊക്കെയോ ശബ്ദമാണ്, അത് കഴിഞ്ഞിട്ട് സാർ എന്തോ പറയുന്നു, അത് കേട്ടിട്ട് എല്ലാവരും കൂടെ പോകുന്നു, ഇതാണോ ഇങ്ങനെയാണോ പ്രയർ എന്നൊക്കെ. അപ്പൊ ആ ടീച്ചർ പറയാം, അതേ മോള് നീ പ്രാർത്ഥിച്ചു നോക്കി, യേശുവിനെ വിളിച്ചിട്ട് നീ നിന്റെ കാര്യം സംസാരിക്കും എന്നൊക്കെ അത്രയൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ആ സാർ അവിടെ പ്രസംഗിച്ച ആ വചനം എനിക്ക് വളരെ സ്വത്രം എന്റെ ഹൃദയത്തിൽ അത് എനിക്ക് ഒത്തിരി സ്പർശിച്ചു. ഹൃദയത്തിൽ അത് മാംസപ്പലകയിൽ എഴുതപ്പെട്ട ഒരു വചനം പോലെയാണ് എനിക്ക് തോന്നിയത്. അന്നേരം ഒന്നും തോന്നിയില്ലെങ്കിലും അത് അങ്ങനെ പതിഞ്ഞിരുന്നു എന്നുള്ളത് പിന്നീട് ദൈവാത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. ആമേൻ. അങ്ങനെ ആ സംഭവം അതോടുകൂടി വിട്ടു. പിന്നെ ഞങ്ങൾ ക്രിസ്ത്യൻ പ്രയേഴ്സിനൊന്നും പോയിട്ടില്ല. അങ്ങനെ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ വളരെ ഡൗൺ ആയി വരുന്നു. അന്ന് മോനുണ്ട് കുഞ്ഞായിട്ട്. മോൾ പ്രഗ്നൻസി ആയിരിക്കുന്ന ടൈമാണ് ഇതെല്ലാം ഈ ലോസ് എല്ലാം കൂടെ നഷ്ടപ്പെട്ടു വരുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നു. ഒത്തിരി കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയി. പട്ടിണികൾ അല്ലെങ്കിൽ കടഭാരം, അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ആത്മഹത്യയുടെ വക്കിൽ വരെ ഞങ്ങൾ പോയി. ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെങ്കിൽ കർത്താവ് ഞങ്ങളെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന്റെ വില കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് നേരത്തെ കൊടുത്തിരുന്നത് കൊണ്ട് ആമേൻ, ശത്രു ഒരു പദ്ധതി ഒരുക്കിക്കൊണ്ടുവന്ന് നശിപ്പിക്കുവാൻ ആമേൻ സ്തോത്രം, കർത്താവ് ഞങ്ങളെ വിട്ടിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവനെ കർത്താവ് പിടിച്ചു നിർത്തി. ആമേൻ. ബിസിനസ് പോയി, സാമ്പത്തികമെല്ലാം ലോസായി. ഒന്നും തന്നെ ഞങ്ങളെ സഹായിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതാനുഭവത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ സീറോ ആയെന്ന് കണ്ടാൽ നമ്മളെ കാണുമ്പോൾ തന്നെ ഇല്ലേ കണ്ടിട്ടില്ലാത്ത മട്ടിൽ മാറിപ്പോകും. അതാണ് മനുഷ്യർ. എന്നാൽ ആമേൻ സ്തോത്രം, നാം എത്ര ശൂന്യതയിൽ കടന്നുപോയെന്ന് പറഞ്ഞാലും, എത്ര നിരാശയിൽ കടന്നുപോയെന്ന് പറഞ്ഞാലും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും, നമ്മെ എപ്പോഴും ആമേൻ സ്തോത്രം സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, ആമേൻ നാം എപ്പോൾ കർത്താവെ വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്മെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും നിരാശയുടെയോ കടഭാരത്തിന്റെയോ അല്ലെങ്കിൽ ആമേൻ എല്ലാം കഴിഞ്ഞു, എനിക്ക് സഹായത്തിന് ഇനി ആരുമില്ല എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ഞാൻ പറയട്ടെ, എന്റെ ജീവിത അനുഭവത്തിൽ നിന്നും കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യത്തിൽ നിന്നും ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കിക്കേ. എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്റെ അടുത്തേക്കൊന്ന് വരണമേ എന്ന് നിങ്ങൾ വിളിക്കുക. ഉറപ്പായിട്ടും ആ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. അവന്റെ തലോടൽ, അവന്റെ സ്നേഹം, ആ കർത്താവിന്റെ സാന്ത്വനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. ശൂന്യമായിട്ട് ഞങ്ങളുടെ ബിസിനസ് പോയി, ഞങ്ങളുടെ സാമ്പത്തികം പോയി, ഒന്നുമില്ല. ഞങ്ങൾ 4 പേരും കുറച്ച് വീട്ടു സാധനങ്ങളുമായിട്ട് ഞങ്ങൾ വെറും സാധാ ജയന്തി ജനത എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിൽ. അപ്പം മോൾ ഡെലിവറിയായി 22ാമത്തെ ദിവസം ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിലേക്ക്, വേറെ എങ്ങും പോകാൻ ഞങ്ങൾക്ക് വഴിയില്ല, വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുവാദം പോലും കേൾക്കാൻ നിന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇത്രയും വർഷങ്ങൾ നമ്മൾ പുറത്തൊക്കെ പോയി എന്തെങ്കിലും ജോലി ബിസിനസ് ചെയ്തിട്ട് ഒന്നുമില്ലാതെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് വേറെ പോകാൻ ഒരിടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും വീട്ടിലുണ്ട്. അവിടെ കടന്നു വന്നു. ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് 2 പേർക്കും കേരളത്തിലെ ഉള്ള യാതൊരു ജോലിയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
ഞങ്ങളെല്ലാം ഹസ്ബൻഡ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നു, ജോലി ബിസിനസ് ഒക്കെ ആയിരുന്നു. ഞാൻ ജനിച്ചു വളർന്നതേ അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ നാട്ടിലത്തെ സിറ്റുവേഷനോ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഒക്കെ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. പക്ഷെ എന്തോ ചെയ്യും, 2 കുഞ്ഞുങ്ങളായി ഇനി എന്തെങ്കിലും ചെയ്തെങ്കിലും ജോലി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലും പ്രാർത്ഥനയില്ല. ദൈവത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, അപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. 2004 സെപ്റ്റംബറിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തെ അന്വേഷിക്കാതെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തോ ചെയ്യണം, ജോലി ചെയ്യണോ, എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് 2005 ഡിസംബറിൽ 1.5 വർഷം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ചുമ്മാതെ സമയം പോയി. ഒത്തിരി നിരാശകൾ, ഒത്തിരി നിന്ദകൾ, അല്ലെങ്കിൽ കഷ്ടങ്ങൾ, അപമാനങ്ങൾ ആ സിറ്റുവേഷൻസിൽ മുഴുവനും ഞങ്ങൾ കേൾക്കേണ്ടി വന്നു. ആമേൻ. അതെല്ലാം കടന്നുപോയി എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ആമേൻ സ്വത്രം, ആ സമയത്ത് എനിക്ക് ഒരു അക്ഷരം പോലും മലയാളം അറിയത്തില്ല. മലയാളം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് ടൈം എടുത്താണെങ്കിലും മനസ്സിലാക്കി എടുക്കും. തിരിച്ചു പറയാൻ അറിയത്തില്ല. എഴുതാനും വായിക്കാനും ഒട്ടുമേ എനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല മലയാള അക്ഷരം. എന്റെ ബാക്ക്ഗ്രൗണ്ട് കന്നഡയാണ്. ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലായിരുന്നുകൊണ്ട് തമിഴ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഞാൻ പഠിച്ചത്. മലയാളം എനിക്കറിയത്തില്ല. ഒരക്ഷരം പോലും എന്നുള്ള അക്ഷരം പോലും വായിക്കാൻ അറിയത്തില്ലാതിരുന്ന സമയമാണ്. അങ്ങനെ ആയിരുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ വന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷം ചുമ്മാതെ വീട്ടിലിരുന്ന ആ സമയത്താണെങ്കിലും മോള് 22 ഡേയ്സിലാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവർക്ക് 45, 75, 100 ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കാൻ പോകണം. അങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ആദ്യം കുറച്ച് നാളുകൾ ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡ് നിന്നിട്ട് വീണ്ടും എന്തെങ്കിലും ജോലി ചെയ്യാം എന്നും പറഞ്ഞ് അവിടെ വീണ്ടും തിരുപ്പൂരിലേക്ക് തന്നെ കടന്നുപോയി. പക്ഷെ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അതുപോലെ കർത്താവ് തുറന്നാ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വിളിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ വിളിയിലേക്ക് കർത്താവ് ഞങ്ങളെ നടത്തിയത് കൊണ്ടും നയിച്ചത് കൊണ്ടും, കഷ്ടതയുണ്ടെങ്കിലും അതിനകത്ത് ഞങ്ങളെ ആമേൻ കർത്താവ് പിടിച്ചു നിർത്തി. അവിടെ ഹസ്ബൻഡ് പോയെന്ന് പറഞ്ഞാലും യാതൊരു വഴിയും തുറന്നില്ല. വീണ്ടും അവിടെയും ഹസ്ബൻഡിനെ വളരെ കഷ്ടതകൾ മാത്രമാണ് ശേഷിച്ചിരുന്നത്. അങ്ങനെയായിരുന്ന സമയത്ത് ഹസ്ബൻഡ് ഇല്ലാത്തപ്പം എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ആ ഡേറ്റ് ആകുമ്പോൾ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്ത് തന്നെ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് തന്നെയും ഒക്കെ, ഞാൻ ഇപ്പോ ആലോചിക്കും ഞാൻ എങ്ങനെ പോയി എന്നുള്ളത് തന്നെ എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചും പോകും. പക്ഷെ എങ്ങനെ എവിടെ എപ്പോ പോയെന്ന് പറഞ്ഞാലും ബസ് സ്റ്റോപ്സിലാണെങ്കിലും എവിടെയെങ്കിലും കോമ്പൗണ്ടിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബസ്സിൽ കയറിയാൽ, ബസ്സിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, ബസ്സിൽ പോകുമ്പോൾ ആ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് ഒക്കെ നോക്കിയാല് മുമ്പിൽ എഴുതിയിരിക്കുന്ന മലയാളത്തിന്റെ അക്ഷരം എനിക്കറിയത്തില്ല, വായിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന ആ നമ്പേഴ്സ് മാത്രം എനിക്ക് എവിടെ നോക്കിയാലും 1631 എന്നുള്ള ആ നമ്പർ, 1631 എന്നുള്ള നമ്പർ മാത്രം എവിടെ നോക്കിയാലും, ബസ് പോയി സ്റ്റോപ്പിൽ നിർത്തുന്നിടത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ കാറിന്റെ പുറകിലുണ്ട്, എവിടെയെങ്കിലും കോമ്പൗണ്ടിൽ നോക്കിയാൽ അതുണ്ട്. ബസ്സിന് എന്റെ കണ്ണിൽ ആ നമ്പറാണ് പെടുന്നത്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എവിടെ നോക്കിയാലും ഈ 1631 ആണല്ലോ എന്റെ കണ്ണിനകത്ത് പെടുന്നത്, ഇതെന്തുവാണ്? ഞാൻ ഹസ്ബൻഡിനോട് ഒരു പ്രാവശ്യം ബസ്സിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് ബൈബിളിനകത്തെ ഒരു വാക്യമായി എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആണോ, ഇത് എവിടെ നോക്കിയാലും എന്റെ കണ്ണിനകത്ത് ഈ 1631 എന്നുള്ളത് മാത്രമാണല്ലോ പെടുന്നത്, എന്നാ ഇതെനിക്ക് എന്താണെന്ന് അറിയണം, ഒന്ന് വായിക്കാൻ പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഹസ്ബൻഡിനോട് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് അത് വായിച്ചു കേൾപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 16:31. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനമായിരുന്നു അന്ന് അവിടെ ഞാൻ കണ്ടിരുന്ന നമ്പേഴ്സിൽ എഴുതിയിരുന്ന വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് എന്റെ ഹസ്ബൻഡ് അത് വായിച്ചു കേൾപ്പിച്ചെങ്കിലും അന്നേരം ഞാൻ ഓർത്തു, ഓ, യേശു എന്ന് പറയുന്ന ആ വ്യക്തിയിൽ വിശ്വസിച്ചാൽ ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാ ബൈബിൾ പറയുന്നല്ലേ, ഓക്കെ എന്ന് പറഞ്ഞത് കേട്ടു. അതോടെ ഞാൻ വിട്ടു. അത് ഒന്നും ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ നോക്കുകയോ അതൊന്നും ചെയ്തില്ല. അന്ന് വചനം കേട്ടു വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ നാളുകൾ കടന്നു പോയപ്പോഴാണ് 2005 ഡിസംബറിൽ കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ ജീസസ് കോൾസിന്റെ വലിയൊരു ക്രൂസൈഡ് കടന്നു വരുന്നു എന്നുള്ള പരസ്യങ്ങൾ ഞങ്ങൾ അറിയുവാൻ ഇടയായിത്തീർന്നു. അതും പ്രത്യേകിച്ച് ഹസ്ബൻഡ് അവിടെ ആയിരുന്നപ്പോൾ തന്നെ ജീസസ് കോൾസിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മന്ത്ലി മാസികകൾ വരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ആ മീറ്റിംഗ്സിനെ കുറിച്ച് അറിയുവാനിടയായി. മാത്രമല്ല ഇവിടെ ഒത്തിരി ഫ്ലെക്സുകളും പരസ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു, അവർ ചെന്നൈയിൽ നിന്ന് വരുന്നതല്ലേ, അപ്പൊ അവർക്ക് തമിഴാണ്, തമിഴ് നല്ലപോലെ അറിയാവുള്ളൂ, നീയും സംസാരിക്കാം, നമുക്ക് പോയിട്ട് ടീച്ചേഴ്സ് അങ്കിളിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ അങ്കിൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടങ്ങൾ മാറും, പ്രോബ്ലംസ് മാറും, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി നമുക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികം, ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്ന മുഴുവൻ പോയി. ഇവിടെ വന്ന് എന്തോ ജോലി ചെയ്യുമെന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിന്റെ നടുവിലും
ഒരു വിധത്തിൽ ഞങ്ങൾ ഒത്തിരി തടസ്സങ്ങൾ അതിനകത്ത് പോകാൻ കഴിയാത്ത പോലെ തടസ്സങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ പോയി. ഡിസംബർ ലാസ്റ്റിലാണ്, നാളെ 25-26 ആ ഡേറ്റുകളാന്ന് തോന്നുന്നു, കറക്റ്റ് ആണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ കടന്നുപോയി. ഫസ്റ്റ് ഡേയിൽ പോയപ്പം ഒത്തിരി ജനങ്ങളുണ്ട്, വലിയൊരു ക്രൂസൈഡ് ആണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇത്രയും വലിയൊരു കൂട്ടായ്മ, യേശുവിന്റെ അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന കൂട്ടായ്മക്കകത്ത് ഫസ്റ്റ് ടൈം ഞാൻ പോയി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അന്നാണ്. അതുവരെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടായ്മകളോ ക്രിസ്ത്യൻസ് ആരാധനയോ, ഞാൻ പറഞ്ഞ CSCയിൽ പോയ ആ ടീച്ചറിന്റെ ഒരു ചെറിയൊരു അനുഭവം അല്ലാതെ ചർച്ചിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൂസൈഡ്സിലൊന്നും ഞാൻ പോയിട്ടില്ല. അന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ പോവുകയാണ്. അന്ന് പോയപ്പം അവിടെ എന്തൊക്കെയോ പ്രസംഗിച്ചു, അവർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കേട്ടിരുന്നെങ്കിലും പക്ഷെ എനിക്കൊന്നും അത് മനസ്സിലാകുന്നില്ല. അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയിലും അല്ല ഞാൻ, എനിക്ക് മനസ്സിലാകുന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ എന്താ ചെയ്തു, അവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് അങ്കിളിനെ കാണണം, കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്കിളിനെ കാണണം, ഡിജീസ് അങ്കിളിനെ കാണണം. അപ്പൊ വോളണ്ടിയേഴ്സ് പറഞ്ഞു ഇല്ല കടത്തിവിടാൻ പറ്റത്തില്ല, സ്റ്റേജിലേക്കൊന്നും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പോയി അങ്കിളിനെ കാണാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അങ്കിളിനോട് ഷെയർ ചെയ്യാനുണ്ട്, അത് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക്, അതിനു വേണ്ടിയാ. അപ്പൊ അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, നിങ്ങൾ അത് ഞങ്ങളോട് പറ. ജീസസ് എന്ന് പറയുന്നത് ഒരേ ഒരാളെ ഉള്ളൂ, ആ യേശുവിനോടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ആര് പ്രാർത്ഥിച്ചാലും ആ യേശു പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം ഞങ്ങളോട് പറ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വോളണ്ടിയേഴ്സ് പറഞ്ഞു. പക്ഷെ അവരോട് പറയാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യം തോന്നിയില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവർ വിട്ടില്ല, നമുക്ക് നാളെ പോയി കാണാം, നാളെ വരാം, പോയി കാണാൻ പറ്റും എന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് സെക്കൻഡ് ഡേയിലും കടന്നു വന്നു, അന്നും കാണാൻ പറ്റിയില്ല. തേർഡ് ഡേ ലാസ്റ്റ് ഡേ വന്നപ്പം ഈ 3 ദിവസം വേറൊരു കാര്യം ഞാൻ ചെയ്തതെന്തെന്ന് ചോദിച്ചാൽ, അവിടെ പോകുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതായിട്ട് ആരെയും കാണുന്നില്ല. എല്ലാവരും പാട്ട് പാടുന്നു, കൈ കൂട്ടുന്നു, ക്ലാപ്പ് ചെയ്ത് പാട്ട് പാടുന്നു, അതൊക്കെ മാത്രമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ എന്തോ ചെയ്യും, അടുത്തിരിക്കുന്നവർ അപ്പുറത്തൊക്കെ ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കും. അവരെന്തോ ചെയ്യുകയാണ്, അവർ കൈ കൊട്ടുകയാണെങ്കിൽ ഞാനും കൈ കൊട്ടും, അവർ കൈ ഉയർത്തി സ്തോത്രമോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തോ പറയാന്ന് കേട്ടാൽ തിരിച്ചു പറയും, ഇല്ലെങ്കിൽ ഞാനും കൈ ഉയർത്തി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് ആ 3 ദിവസം അവിടെ ഇരുന്നു. ലാസ്റ്റ് ഡേ വന്നപ്പം അന്ന്, കാരണം ഇന്നും കൂടി അങ്കിളിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനു വേണ്ടി ചെന്നൈക്കൊന്നും പോകാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിരുന്നപ്പം ഈ 3 ദിവസം വേറൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഓഫറിംഗ് ബോക്സ് എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് കടന്നു വരും. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഓഫറിംഗ് ബോക്സ് എല്ലാ ദിവസവും കടന്നു വരും. പക്ഷേ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് അങ്ങോട്ട് പോകുമ്പം ഹസ്ബൻഡ് എന്തെങ്കിലും അതിനകത്ത് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഇടാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോയി 2 കുഞ്ഞുങ്ങളെയും വെച്ച് ആ സമയത്ത് ജീവിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷെ ഇത് ഇങ്ങനെ കടന്നു വന്ന് എന്റെ മുമ്പിൽ 3-ാമത്തെ ദിവസവും വന്നു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി, വളരെ ഭാരം, സങ്കടം തോന്നിയിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ യേശുവിനോട് പറഞ്ഞു. എന്റെ മനസ്സിനകത്താണ് ഞാൻ പറഞ്ഞത്, ഏത് ലാംഗ്വേജ് പറഞ്ഞെന്നും എനിക്കറിയത്തില്ല. കർത്താവെ, ഞാൻ ഒത്തിരി ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, ഒത്തിരി അമ്പലങ്ങളിലും ഒത്തിരി കാര്യങ്ങൾക്കടുത്തൊക്കെ പോയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറയുന്നു അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യേശുവെ, നിന്റെ അടുത്തേക്ക് വന്നപ്പം നിനക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് എന്റെ പക്കൽ ഒന്നുമില്ല, എന്റെ കരം ശൂന്യമാണ്, ഞങ്ങളുടെ ഭവനം ശൂന്യമാണ്, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നും നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നിനക്ക് വേണ്ടി ഒന്നും തരാതെ പോകാനും ദൈവം എന്നുള്ളത്, കാരണം എനിക്ക് കൊച്ചിലെ തൊട്ട് ആ ഒരു അറ്റാച്ച്മെന്റ്, ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് തരാൻ തിങ്സ് ആയിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ, ആ ബക്കറ്റിനകത്ത് ഞങ്ങളുടെ 4 പേരുടെ ജീവനെ ഞാൻ തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് പിന്നീടാണ് എനിക്ക് വചനം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്, അങ്ങനെയൊക്കെ പറയുന്നത് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണമാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അന്ന് എനിക്ക് ആ ഒരു സമർപ്പണമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉള്ളതുള്ളത് പോലെ ദൈവത്തോട് പറഞ്ഞു, എന്റെ കയ്യിൽ തരാനായിട്ട് തിങ്സ് ആയിട്ട് ഒന്നും എന്റെ കയ്യിലില്ല, ഞങ്ങൾ 4 പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു, ആ 4 പേരെ ഞാൻ തരാമെന്ന് പറഞ്ഞു. മനസ്സ് സങ്കടമായി, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അന്ന് ലാസ്റ്റ് ഡേയിൽ 3-ാമത്തെ ദിവസം സമർപ്പണ പ്രാർത്ഥനയുടെ സമയം വന്നപ്പോൾ ഡിജീസ് അങ്കിൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്നു. എല്ലാവരും കര ഉയർത്തുന്നു, അവരവർ പ്രാർത്ഥിക്കുകയോ എന്തൊക്കെയോ അന്യഭാഷ പറയുകയോ അങ്ങനൊക്കെ ആയിരിക്കാം. ശബ്ദങ്ങൾ മാത്രം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ശബ്ദങ്ങൾ മാത്രം എല്ലാവരും കര ഉയർത്തി നിൽക്കുന്നു എന്നൊക്കെ ഞാൻ ഓർത്തു. അന്നേരം ഞാനും എല്ലാവരും കര ഉയർത്തിയപ്പോ ഞാനും കരമുയർത്തി നിന്നതോടെ എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു, അന്നത്തെ ഞങ്ങളുടെ സിറ്റുവേഷനിലുള്ള ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്,
ആയിപ്പോയല്ലോ, ഇനി മുൻപോട്ട് ഞങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കും? കർത്താവെ, യേശുവെ, ഇനി ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കും? എന്തോ ചെയ്യും അറിയത്തില്ല, കടഭാരമുണ്ട്. ഒന്നും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഞങ്ങൾ വളർത്തും? അങ്ങനെ ഞങ്ങളുടെ ദുഃഖം, നിരാശ, നഷ്ടം, അന്നുള്ള അപമാനങ്ങൾ, നിന്ദകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹൃദയം പൊട്ടിക്കരയുന്ന അനുഭവം പോലെ ഞാൻ ആരെയും ശ്രദ്ധിക്കാതെ, എനിക്ക് അങ്ങനെ ഒരു കരയുന്ന അനുഭവം വന്നു. ഞാൻ അങ്ങ് കരഞ്ഞു, ഒന്നും ശ്രദ്ധിക്കാതെ കരയാൻ എനിക്ക് തോന്നി. ഞാൻ അങ്ങ് ആരെയും ശ്രദ്ധിക്കാതെ കരഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനെ കരഞ്ഞു കർത്താവിനോട് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുകയും കരയുകയും കരഞ്ഞു ചെയ്തുകൊണ്ട് മാത്രം ഇരുന്ന ആ സമയത്ത്, ഹല്ലേലൂയ, സ്തോത്രം, എപ്പോഴെങ്കിലും ഒരു വ്യക്തി ഒരു വചനം താൻ തനിയെ വായിച്ചിട്ടുണ്ടെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും കൊള്ളാം, ആമേൻ, സ്തോത്രം, വചനം കേട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അത് അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. കാരണം വചനം ഉവ്വേ ഉവ്വേ എന്ന് പറഞ്ഞാൽ അത് ഉവ്വേ ഉവ്വേ എന്ന് തന്നെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ചില്ല, എനിക്ക് അക്ഷരം വായിക്കാൻ അറിയത്തില്ല, എന്റെ ഹസ്ബൻഡ് വായിച്ച് കേൾപ്പിച്ച ആ വാക്യമുണ്ടല്ലോ, ഈ കരമുയർത്തി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ വചനം ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ചെവിക്കകത്ത്, ആമേൻ, അന്ന് വായിച്ച് കേട്ടതിനേക്കാൾ വലിയൊരു ധ്വനിയിൽ, ആ ചുറ്റിലും ഇരിക്കുന്നവരുടെ ശബ്ദമല്ല ഞാൻ കേൾക്കുന്നത്, ഈ വചനം എന്റെ ചെവിക്കകത്ത് അത് മാത്രമായിട്ട് മൈക്ക് വെച്ച് കേൾപ്പിച്ചാൽ എങ്ങനെ കേൾക്കാം, അതുപോലെ എന്റെ ചെവിക്കകത്ത് ആ വാക്യം കേട്ടു. ഹല്ലേലൂയ. അത് കേട്ട മാത്രയിൽ, ആമേൻ, സ്തോത്രം, ഞാൻ ഇങ്ങനെ പറഞ്ഞു യേശു കർത്താവിനോട്, ആമേൻ, യേശുവേ, അങ്ങയുടെ വചനമാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്, നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഞാൻ ഒത്തിരി ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, ആ ദൈവങ്ങൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഞങ്ങളെ കൈവിട്ടു, മുഴുവൻ പേരും ഞങ്ങളെ കൈവിട്ടു, ആരും ഞങ്ങളെ രക്ഷിച്ചില്ല. ഇപ്പൊ ഞങ്ങൾ ഈ അവസ്ഥയിലായി നിന്റെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഈ വചനം നീ എന്നെ കേൾപ്പിച്ചെങ്കിൽ, ആമേൻ, നിന്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ, കർത്താവെ, എന്നെയും രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നും പറഞ്ഞ മാത്രയിൽ, ആമേൻ, സ്തോത്രം, ആ വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്നും, ആമേൻ, എന്റെ ശരീരത്തിൽ മറ്റൊരു, ആമേൻ, ഡെപ്ത് ആയിട്ടിരിക്കുന്ന ഒരു സാന്നിധ്യം, ഒരു ശക്തി, ആമേൻ, ശക്തി എന്ന് വേണം എനിക്ക് മനസ്സിലായത്, അത് വന്ന് എന്നിൽ നിറയുവാൻ, ഇടിമിന്നൽ പോലുള്ള ഇലക്ട്രിക് ഷോക്ക് പോലെ, ആമേൻ, എന്റെ ശരീരം മുഴുവനും അത് അനുഭവിക്കുവാനും, ആമേൻ, സ്തോത്രം, എന്റെ ബോഡി കൺട്രോൾ എന്നിൽ നിന്ന് വിട്ടുമാറുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്നോ, ദൈവ സാന്നിധ്യം ഇങ്ങനെ, ഹല്ലേലൂയ, മനുഷ്യരിലേക്ക് കടന്നു വരുമെന്നോ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പറ്റുമെന്നൊന്നും എനിക്ക് യാതൊരു അറിവോ കേൾവിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോയി കാണുവോ അന്യഭാഷ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവനുള്ള സത്യദൈവമായ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നുള്ള ആ സത്യം, ആ പകൽ, ആ രാത്രിയില്, ആമേൻ, സ്തോത്രം, ആ മീറ്റിംഗ് കഴിഞ്ഞ മാത്രയിൽ, ആ വചനം കേൾപ്പിച്ചു, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ മാത്രയിൽ, ഉയരത്തിൽ നിന്നും ആ സാന്നിധ്യം എന്നിലേക്ക് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, എന്റെ ബോഡി കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ മാറിപ്പോകുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, എന്റെ ബോഡി കൺട്രോൾ എന്നിൽ എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് ദൈവ സാന്നിധ്യമാണോ എന്ന് പോലും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അതാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ വചനത്തിന്റെ, ആമേൻ, സത്യം എന്ന് പറയുന്നത്, ആമേൻ, നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ വചനം. ഹല്ലേലൂയ. എന്നെ നിറച്ച അതേ ദൈവ സാന്നിധ്യം. അവസാനം ഞാൻ കണ്ണു തുറന്ന ഒരു, ഈ വോളണ്ടിയേഴ്സ് ഒക്കെ അടുത്ത് വന്നു, എന്നെ പിടിച്ചു, എന്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിനെ അവരെടുത്തു, അങ്ങനെ എല്ലാം ആയിട്ട് അവസാനം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്കുണ്ടായ സെയിം അനുഭവം, അതേ അടുത്ത സെക്കൻഡിൽ തന്നെ എന്റെ ഹസ്ബൻഡിനെയും ദൈവാത്മാവ് നിറയ്ക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ രണ്ടുപേരും ആ ഗ്രൗണ്ടിൽ അന്ന് രാത്രിയിലെ ഒരു മനുഷ്യന്റെ കരം സ്പർശനമില്ലാതെ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ദൈവാത്മാവിന്റെ നിറവാണെന്ന് പോലും അറിവില്ലാതിരുന്ന കാലമായിരുന്നു ഞങ്ങൾക്കത് അന്ന്. ആമേൻ, സ്തോത്രം. പക്ഷെ ഞങ്ങൾ പോയത് ഭയങ്കര ഭാരത്തോടു കൂടി 3 ദിവസം കടന്നു പോയെങ്കിലും ഈ സാന്നിധ്യം അനുഭവിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള സമാധാനം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒത്തിരി സന്തോഷം ഫീൽ ചെയ്തു. അത് എങ്ങനെ എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ എവിടുന്നും കിട്ടാത്ത ഒരു സന്തോഷം. ആമേൻ. മുഖത്തും ഞങ്ങൾക്ക് വളരെ വളരെ ഒത്തിരി ഹാപ്പിയായി. അത് നടന്നതിന് ശേഷം, ആമേൻ, ഈ വോളണ്ടിയേഴ്സ് തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മ നിറവിലായി തന്നെ ഞങ്ങൾ ഇങ്ങനെ ആകുന്നത് കൊണ്ട് അവർ തന്നെ പറഞ്ഞു, ഞാൻ അങ്കിളിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്, ആമേൻ, 3-ാമത്തെ ദിവസം ലാസ്റ്റ് ടൈമിൽ ഞങ്ങളെ ഡിജീസ് അങ്കിളിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ഡിജീസ് അങ്കിളാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ തലയിൽ, കുഞ്ഞുങ്ങളുടെ തലയിൽ ആദ്യമായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. അന്ന് എന്തൊക്കെയോ ദൂതുകൾ പറഞ്ഞു, പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, 3 ദിവസം ഏത് കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോയോ അത് നടന്നു. അങ്കിളിനെ കണ്ടു, അങ്കിൾ പ്രാർത്ഥിച്ചു, ഓക്കെ, അത് മതി. അതിനെക്കാട്ടിലും ഈ വളരെ ഒരു സന്തോഷം, ഭയങ്കരമായിട്ടുള്ള ഒരു സാന്നിധ്യം. തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം
ഉണ്ടായെന്ന് പറഞ്ഞ് ഞങ്ങൾ ജീസസ് കോൾസിന്റെ തന്നെ പ്രയർ വാരിയേഴ്സിനോട് വിളിച്ചു ചോദിച്ചു, പ്രയർ ടവറിൽ. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ നിറച്ചിരിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, ആ സാന്നിധ്യത്തിൽ നിറയുക, ദൈവം നിങ്ങളെ ഉറപ്പായിട്ട് കൈവിടത്തില്ല, ഗൈഡ് ചെയ്യുമെന്ന് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കർത്താവിനെ ഞങ്ങൾ തേടി പോയതല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നല്ല, ആ വചനം പോലെ തന്നെ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ആമേൻ. ദൈവ സാന്നിധ്യം ഞങ്ങളെ നിറച്ചതിന് ശേഷമാണ് ഞങ്ങൾ കർത്താവിനെ തേടിയുള്ള യാത്ര തുടങ്ങുവാനായിട്ട് ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ എവിടെയാണ് കൂട്ടായ്മയ്ക്ക് പോകേണ്ടതെന്നും എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടതെന്നും ഞങ്ങൾ, ആമേൻ സ്തോത്രം, അറിയുവാനായിട്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഞങ്ങൾ പോകുവാൻ ഇടയായിത്തീരുന്നു. വീണ്ടും ഇതിനകത്ത് ഒരു കാര്യവും കൂടി എനിക്ക് പറയുവാനുള്ളത്, ആമേൻ സ്തോത്രം, ദൈവാത്മാവാണ് ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ, ആമേൻ സ്തോത്രം, സത്യാത്മാവ് സത്യവഴികളിലേക്ക് നമ്മെ കറക്റ്റ് വേയിലേക്ക് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അന്ന് ഞങ്ങൾക്ക് യാതൊരു ഡിഫറൻസും ഞങ്ങൾക്ക് അറിയത്തില്ല. പെന്റിക്കോസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല, CSA എന്താണെന്ന് അറിയത്തില്ല, ഒന്നും ഞാൻ ഒരു വിഭാഗത്തെ കുറിച്ച് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ദൈവത്തെ വചനപ്രകാരം കർത്താവ് പറയുന്നുണ്ട്, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. അത് യേശു കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് ഞങ്ങൾ പോകേണ്ടതെന്ന് യേശു കർത്താവ് ഞങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ചർച്ചസിൽ ഞങ്ങൾ പോകുവാൻ തുടങ്ങി. ആ സമയത്തൊക്കെ കുറച്ചൊക്കെ എനിക്ക് മലയാളങ്ങൾ ഒന്ന് കൂട്ടി വായിക്കും, അത്ര ആ പരുവം വരെ ആയതേ ഉള്ളൂ. പക്ഷെ ചർച്ചിൽ ആരാധനയ്ക്ക് പോയിരിക്കുമ്പോഴും എല്ലാവരും പാട്ട് പാടുമ്പോൾ എനിക്ക് പാടാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വചനം വായിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും, എനിക്ക് ബൈബിൾ വായിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാട്ടിന്റെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ എനിക്ക് ഹൃദയസ്പർശിയായിട്ട് വരുന്ന 2 ലൈൻ കിട്ടിയാൽ മതി. ആ 2 ലൈൻ ഞാൻ മനസ്സിൽ ബൈഹാർട്ടായിട്ട് വെക്കും. എന്നിട്ട് എല്ലാവരും 3-4 പാട്ട് പാടുമ്പോൾ ഞാൻ ഈ 2 ലൈൻ മാത്രം പാടിക്കും. എനിക്ക് കിട്ടിയ ആ 2 ലൈൻ മാത്രം പാടി, അത് മാത്രമാണ് എന്റെ ആരാധന. അതുപോലെ വചനം ശുശ്രൂഷിക്കുന്ന സമയത്താണെങ്കിലും പാസ്റ്റർ പറയുന്നതിൽ ഏതെങ്കിലും ഒരു വാക്യമോ ഒരു വേർഡോ അല്ലെ ഒരു കുറച്ച് ഇത് മാത്രം എന്താണ് എനിക്ക് കിട്ടുന്നത്, അതാണ് അന്നത്തെ എനിക്കുള്ള ആ വാക്യം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്റെ അകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ തുടർന്ന് ഒരു 5-6 മാസക്കാലം ഞങ്ങൾ പ്രേയറിന് പോയി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പാസ്റ്ററിനോട് ബൈബിൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കർത്താവിനോട് ചേരണമെങ്കിൽ ദൈവ കൽപ്പനയാണ് സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. ആമേൻ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഞങ്ങൾക്ക് സ്നാനം വേണം, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലായി, ഞങ്ങൾക്ക് സ്നാനം വേണം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഇപ്പം വന്നതല്ലേ ഉള്ളൂ അല്ലെ, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കഴിയട്ടെ, സ്നാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ ചെയ്യാം. പക്ഷെ സ്നാനം എന്താണെന്ന് ദൈവാത്മാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് അത് മാറ്റിവെക്കാനായിട്ട് ഞങ്ങൾക്ക് ടൈം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് തിടുക്കമായിരുന്നു എത്രയും പെട്ടെന്ന് കർത്താവിനോട് ചേരുവാനുള്ള ആ സ്നാനം ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പാസ്റ്ററിനോട് ഞങ്ങൾ ഒത്തിരി കമ്പൽ ചെയ്ത് അവസാനം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. 7 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്നാനം നടന്നത്. ഞങ്ങൾ 2 പേരല്ലാതെ കൂടെ 6 പേരും കൂടെ ഉണ്ടായിരുന്നു. 8 പേർ ഒരുമിച്ച് മല്ലപ്പള്ളി മണിമലയാറ്റിലാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. ആമേൻ. ചർച്ചിൽ നിന്നും കുറച്ചു ദൂരം നടന്ന് എല്ലാവരും കൂടി, ചർച്ചിലുള്ള മെമ്പേഴ്സും സ്നാനപ്പെടാനുള്ളവരും അങ്ങനെ എല്ലാവരും കൂടി നടന്നാണ് ഞങ്ങൾ പോയി അവിടെ സ്നാനക്കടവിലേക്ക് പോയി സ്നാനപ്പെടുവാനായിട്ട് ഇടയായത്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ആ 7 ദിവസത്തെ ഫാസ്റ്റിങ്ങിലും അത് കഴിഞ്ഞ് സ്നാനപ്പെടാനായിട്ട് കടന്നു പോകുമ്പോഴും ഒക്കെ ആമേൻ എന്റെ മനസ്സിൽ ആ ഗോഡ്സ് പ്രസൻസ് നിറഞ്ഞിട്ട് ആമേൻ എനിക്ക് എന്റെ ദൈവത്തോട് ചേരുവാനുള്ള അവസരം ദിവസമെടുത്തു, സമയമെടുത്തു. ആ സന്തോഷം കൊണ്ട് ഞാൻ ആ ആത്മനിറവിൽ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവസാനം സ്നാനപ്പെടുന്ന അന്നാണെങ്കിൽ റോഡിലൂടെ ഞങ്ങൾ നടന്നു പോകുന്ന ആ സമയത്തൊക്കെ ആമേൻ സ്തോത്രം, എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി, ഞാൻ ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലുള്ള ദൈവിക പ്രസൻസിൽ നിറഞ്ഞിട്ട് ആമേൻ ആ സ്നാനക്കടവിൽ പോയി നിൽക്കുമ്പോഴും എന്റെ പേര് എപ്പം വിളിക്കും, ഓരോരുത്തരുടെ പേര് ഓരോരാളായിട്ട് വിളിച്ചാണ് സ്നാനപ്പെടുത്തുന്നത്, എന്റെ പേര് എപ്പം വിളിക്കും എന്നുള്ള ആ പ്രസൻസിൽ ദൈവാത്മ നിറവിൽ ഹല്ലേലൂയ അങ്ങനെ ആമേൻ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു. അതെനിക്ക് ഇപ്പം വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പരിമിതികൾ, അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പൂർണ്ണ ആത്മാവിന്റെ നിറവോടുകൂടെ ആ സ്നാനക്കടവിൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചു. ഹല്ലേലൂയ. എന്തെന്നില്ലാത്ത ആത്മനിറവുള്ള ആരാധനയും സന്തോഷവും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. തുടർന്നും ആരാധനകൾ, കൂട്ടായ്മകൾ ഞങ്ങൾ ഒന്നും മുടക്കത്തില്ലായിരുന്നു. എവിടെ കൂട്ടായ്മ ഉണ്ടെങ്കിലും ആമേൻ സ്തോത്രം, ആരാധന എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഞങ്ങൾ പോയിരിക്കും.
വീട്ടിലാണെങ്കിലും ഈ ആരാധന അവിടെ പോയിട്ട് മാത്രമെന്നല്ല, വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് സ്തോത്രം ഫുൾ ഫ്രീഡത്തോടുകൂടെ ഞങ്ങൾക്ക് ആരാധിക്കണം. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രം. അങ്ങനെ കർത്താവിനെ എത്രയും ആരാധിക്കാൻ പറ്റുമോ, ഈ കിട്ടിയ ഇത്രയും നാൾ മുമ്പ് നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു മനസ്സിൽ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. അങ്ങനെ ആരാധനയിലൂടെ ഒക്കെ കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് സ്തോത്രം ഞങ്ങളുടെ വീട്ടിൽ നിന്നും മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, പപ്പായും മമ്മിയും അവരെല്ലാം പഴയ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പം ഈ പെന്റിക്കോസ്റ്റിലേക്ക് പോയി എന്നുള്ളത് തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന്റെ കൂടെ ഞങ്ങളുടെ ഈ ആരാധന കൂടി വരുന്നു. സ്തോത്രം. ഇത് എന്താണെന്ന് മനസ്സിലാകുന്നവർക്ക് മാത്രമല്ലേ അതിന്റെ സന്തോഷം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായിട്ടില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞാൽ അത് അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടേ തോന്നത്തുള്ളൂ. സ്തോത്രം. നേരത്തെ നമുക്കിത് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അത് അവർക്ക് ഡിസ്റ്റർബ് ആയിട്ട് വരുന്നു. പക്ഷെ ഇതില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തുമില്ല, ആരാധിക്കാതെ പറ്റത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം. സെക്യൂരിറ്റി കൊടുക്കാനോ വാടക കൊടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ അങ്ങേ ആരാധിക്കാതിരിക്കാനും ഞങ്ങൾക്ക് പറ്റത്തില്ല. അത് പതുക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ ആരാധിക്കണം. അതിനുള്ള ഒരു വഴി കർത്താവ് തുറന്നു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഒരു 10, 130, 140 വർഷം പഴക്കമുള്ള ഒരു വീട്, അറയും നിറയൊക്കെ ഉള്ള പണ്ടത്തെ മോഡലിലുള്ള വലിയ വീടാണ്. പക്ഷെ അത് അത്രയും പഴക്കമുള്ളത് കൊണ്ട് അത്രയും പോയതാണ്. അങ്ങനെ പോയതുമാണ്. 10-50 വർഷമായിട്ട് മനുഷ്യ താമസമില്ലാതെ പൂട്ടിക്കിടന്നിരുന്ന ഒരു വീട്. അതിനകത്ത് നോക്കുന്ന ഒരാളുണ്ട്. ആ അപ്പച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേണേ ഇവിടെ വന്ന് താമസിച്ചോ, സെക്യൂരിറ്റി തരണ്ട, വാടക തരണ്ട, കറണ്ട് ബില്ലും തരണ്ട, ഒന്നും തരണ്ട, ഇവിടെ വന്ന് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങൾ കൂടുതലൊന്നും തിരക്കാൻ പോയില്ല. മനുഷ്യർ താമസിച്ചിട്ടുണ്ടായിരുന്നോ എന്നോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നോ ഒന്നും തിരക്കിയില്ല. നമുക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമായിട്ട് പറ്റുമല്ലോ, ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നും നോക്കാതെ ആ വീട്ടിൽ കടന്നുപോയി. പക്ഷെ അവിടെ കടന്നുപോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അവർ ആളിനെ താമസിപ്പിക്കാൻ തന്നെ കാരണം അവിടെ 10-22 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം അതിന്റെ റബ്ബർ ഷീറ്റ് മുഴുവനും ഈ വീടിന്റെ സൈഡിലുള്ള റബ്ബർ ഷീറ്റ് ശേഖരിക്കുന്ന റബ്ബർ പെറയിലാണ് വെക്കുന്നത്. ഇവിടെ താമസമില്ലാത്തത് കൊണ്ടും ഇത്രയും വലിയ ഏരിയ ഉള്ളതായതുകൊണ്ടും എപ്പോഴും ആരെങ്കിലും ഒക്കെ വന്ന് അവിടെ മോഷണം നടക്കുന്നത് സ്ഥിരമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളെ അവിടെ താമസിപ്പിച്ചത്. പക്ഷെ അതൊന്നും അറിയാതെ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമായതുകൊണ്ട് എത്ര ആരാധിച്ചാലും എത്ര ശബ്ദത്തിൽ നമ്മൾ ആരാധിച്ചാലും അവിടെ പ്രോബ്ലം ഇല്ല. 10-22 ഏക്കറിന്റെ നടുക്കാണ് വീട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു സന്തോഷം ഉള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ അവിടെ ആരാധിച്ച് ഇങ്ങനെ പോയി. പക്ഷെ ദൈവമക്കൾ എവിടെയൊക്കെയുണ്ടോ, അത് എത്ര കൊടും പ്രശ്നം ഏതൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും കർത്താവിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ തന്റെ മക്കളോട് കൂടി ഉണ്ടാകുമെന്നുള്ളതിന്റെ പ്രൂഫാണ്. ആ വീട്ടിൽ ഞങ്ങൾ 5 വർഷം മിച്ചം താമസിച്ചു. ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ പോയി താമസിച്ചതിന് ശേഷം യാതൊരു മോഷണവും അവിടെ നടന്നില്ല. അതിനുശേഷം ഉണ്ടായിരുന്നത് മുഴുവനും അതിന്റെ ഓണറിന് തന്നെ കിട്ടി. പക്ഷെ അവിടുന്ന് ഞങ്ങൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മാറി 15-ാമത്തെ ദിവസം വീണ്ടും അവിടെ മോഷണം നടന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എത്രമാത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ ആ വീട്ടിൽ പോയപ്പോഴാണ് സ്തോത്രം കർത്താവിന്റെ നടത്തിപ്പ് എന്താണെന്നും വിശ്വാസ ജീവിതം എന്താണെന്നും സ്തോത്രം ആ വീട്ടിൽ താമസിക്കുന്ന കാലയളവിലാണ് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ, സ്തോത്രം. ആ വീട്ടിൽ പോകുന്ന ഫസ്റ്റ് ഡേയിൽ സ്തോത്രം കുറച്ച് അരിയുണ്ട്, കാപ്പിപ്പൊടി, പഞ്ചസാര, അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഡേയിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക്, അവർ 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, ചോറ് മാത്രം വെച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് കൊടുക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിൽ കർത്താവ് ഞങ്ങളെ ആക്കിയപ്പോൾ വിശ്വാസം, കർത്താവിന്റെ കരുതൽ എങ്ങനെയാണെന്നുള്ളത് വചനത്തിലൂടെ അല്ലെങ്കിൽ വചനപ്രകാരം ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ, ആ ബ്രാക്കറ്റ് പീരീഡ് ആയിരുന്നു ആ ഭവനത്തിൽ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന അത്രയും കാലയളവിൽ. ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞങ്ങൾ പോയിരുന്ന സമയത്ത് അന്ന് രാവിലെ കുറച്ച് അരിയുണ്ട്, ഞാൻ ചോറ് മാത്രം വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളാണല്ലോ, കൊച്ചു പ്രായത്തിലുള്ള 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാണ്. മോൻ 5-6 വയസ്സ് കാണും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ ഇട്ടിട്ടില്ലയോ ഞാൻ ഓർക്കുന്നില്ല. മോള് കൊച്ചു കുഞ്ഞാണ്. അപ്പൊ അവർക്ക് ഞാൻ എന്ത് കൊടുക്കും? കറിയൊന്നും വെച്ചിട്ടില്ല, വെക്കാൻ ഒന്നുമില്ല. ഇനിയും ഹസ്ബൻഡ് പോയിട്ട് വരുമ്പം എന്തെങ്കിലും കൊണ്ടുവന്ന് വേണം വെക്കാൻ, നമുക്ക് കുഴപ്പമില്ല. ഇവർക്ക് ഞാൻ എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിഷമിച്ച് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്താണ് ആ തോട്ടത്തിന്റെ തന്നെ സൂപ്പർവൈസർ ആയിട്ടിരിക്കുന്ന, ആ തോട്ടം തന്നെ നോക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് അവിടെ വന്നു കഴിയുമ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് രാവിലത്തെ
ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ആ അച്ചായന്റെ ആന്റി അവർ കടന്നു വരും. അവർ എന്നും കടന്നു വരും എന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഞങ്ങൾ പോയ ഫസ്റ്റ് ഡേ ആണ്. അവർ കടന്നു വന്നു. ആന്റി കടന്നു വന്നിട്ട് പറഞ്ഞു, ആഹാ പുതിയ താമസക്കാരൊക്കെ വന്നെന്നറിഞ്ഞല്ലോ, ആരൊക്കെ ഉണ്ടെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആന്റി കൈ കൊണ്ടുവന്നിരുന്ന ആ കവർ അവിടെ വെച്ചിട്ട് കരയ്ക്കകത്ത് കയറി വന്നു. കയറി വന്നപ്പോ എന്നോട് പേരെന്താന്ന് ചോദിച്ചു, സംസാരിച്ചു. അകത്തോട്ട് വന്നപ്പോ 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞുങ്ങളുടെ പേരെന്തുവാ എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞുങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് കിച്ചണിലോട്ട് ഇറങ്ങിയിട്ട് ആന്റി തന്നെ ഒരു പ്ലേറ്റും ഒരു കപ്പും കൂടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി. പുറത്തോട്ട് പോയിട്ട് ആ അങ്കിളിന് വേണ്ടിയിട്ട് കഴിക്കാൻ കൊണ്ടുവന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കൊണ്ടുവന്നതാണോ അതോ എന്തോ, അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊന്നും പറഞ്ഞുമില്ല, ചോദിച്ചുമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ആന്റി പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അപ്പം, പാളപ്പവും ഇറച്ചിക്കറിയും ചായയും കൂടെ ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അമേൻ കുഞ്ഞുങ്ങൾക്ക്, അതായത് ആ 2 കുഞ്ഞുങ്ങൾക്ക് വയറ് നിറയാൻ എത്രയും വേണോ അതിനുള്ളത് അതിനകത്തുണ്ടായിരുന്നു. ആമേൻ. അത് കൊണ്ടുവന്ന് പെരക്കകത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമോളെ, കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. അപ്പൊ ഞാൻ ഒത്തിരി കർത്താവിൽ എങ്ങനെയാ എനിക്ക്, ഞാൻ ഒന്നും പറയാതെ മനസ്സിൽ ചിന്തിച്ചപ്പോ തന്നെ ആമേൻ വചനം ഏലിയാവിനെ കെരീത് തോട്ടിനരികെ പോയി നീ ഇരുന്നോന്ന് പറഞ്ഞെങ്കിൽ അവിടെ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുത്ത് ആമേൻ ഏലിയാവിന് വിശപ്പില്ലാതെ കർത്താവ് സൂക്ഷിച്ച് നടത്തിയെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭവനം ഒരുക്കി തരികയും അതിനകത്ത് ഞാൻ വിഷമിച്ചപ്പോൾ ആ വചനം പോലെ തന്നെ ആമേൻ അത് ലൈവായിട്ട് ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് നടത്തി കാണിച്ചു. അത് അത്ഭുതത്തിന്റെ തുടക്കമായിരുന്നു. തുടക്കം മാത്രമാണ്. ആ ഭവനത്തിലായിരുന്നു താമസിച്ച അത്രയും നാളുകൾ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചുറ്റിലും തോട്ടമായതുകൊണ്ട് ഒത്തിരി പാമ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. ആമേൻ. അതൊക്കെ കടന്നു വന്നെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ അത് കടന്നു വരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും ദൈവം, അല്ലെങ്കിൽ അത് കടന്നു വരുന്നുള്ള എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് കിട്ടും. എല്ലാത്തിൽ നിന്നും യാതൊരു പ്രോബ്ലം ഇല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങൾ, എന്റെ മോൾ അവിടെ ആ ഭവനത്തിലാണ് മുട്ടയിലഴഞ്ഞതും നടന്നു പിടിച്ചതും ഒക്കെ. പക്ഷെ അപകടം ഒന്നും കൂടാതെ കർത്താവ് സൂക്ഷിച്ചു. 5 വർഷം മിച്ചം അവിടെ താമസിച്ചു. കർത്താവ് വചനത്തിലും വിശ്വാസത്തിലും ദൈവിക കരുതൽ എന്താണെന്നുള്ളതിലും ഒക്കെ ഞങ്ങളെ അവിടെ പഠിപ്പിക്കുവാനിടയായി. അങ്ങനെ അവിടെ താമസിച്ചു വരുന്ന സമയത്താണ് ആമേൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തിരുപ്പൂരിൽ ബിസിനസ് ലോസ് ആയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. ഒത്തിരി പേർക്ക് പൈസ കടം ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട്. പക്ഷെ അത് കിട്ടാനൊന്നും ഇതില്ലാത്ത കമ്പനി ക്ലോസ് ചെയ്തിട്ടാണ്, കമ്പനിയുടെ കറണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നത്. ആ പൈസയും കൂടി എടുത്തിട്ടാണ് നാട്ടിലേക്ക് വന്നത്, കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ട്. അങ്ങനെ ആയിരുന്ന സമയത്ത് എന്റെ വീട് അറിയാവുന്ന കുറച്ച് പേര്, അവർക്ക് പൈസ ഞങ്ങൾ കൊടുക്കാനുള്ളവര് എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ പപ്പായോടും മമ്മിയോടും പറഞ്ഞു അവർ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട്, അവരുടെ അഡ്രസ്സ് എവിടാണെന്ന് പറയാൻ ഞങ്ങൾ പോയി നോക്കി കോണ്ടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പപ്പായും മമ്മിയും മോളല്ലേ, അവർ പറയുമോ? അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല, കേരളത്തിലാണെന്നറിയാം, അഡ്രസ്സ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഡ്രസ്സ് ഒക്കെ ചോദിച്ചു, അപ്പം സാമ്പത്തികമാണെന്ന് അവർക്കറിയാം, എന്തോ ചെയ്യണം, ഇങ്ങനെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ആ സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയ നിവൃത്തിയില്ല, എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും കൊടുക്കണം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ആ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാനും കർത്താവിന്റെ ദാസനും കൂടെ തീരുമാനിച്ചു നമുക്കൊരു 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാം. ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ദിവസം അവിടെ ആ വിഷയത്തിന് വേണ്ടി മാത്രം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ചർച്ചിൽ പോകുന്നില്ല, ആരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനില്ല, ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അന്ന് പണ്ട് സ്കൂളിൽ പോയെന്ന്, LP സ്കൂളിന്റെ അവിടെ ടീച്ചർ നടത്തുന്ന കൂട്ടായ്മയിൽ പോയപ്പം ആ സാർ അവിടെ പ്രസംഗിച്ച വചനം ഇതായിരുന്നു. ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവചന പുസ്തകത്തിലെ വാക്യം, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു, നിന്റെ എല്ലാ മതിലുകളും എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന്. ഞാൻ ആ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ വന്ന് ഞങ്ങൾ താമസിക്കുന്നതും ഒരു ഹൈക്കോടതി വക്കീലിന്റെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഈ എന്തെങ്കിലും കേസോ വഴക്കോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ വീട്ടിൽ നിന്നും പോകാൻ പറഞ്ഞാൽ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങൾക്ക് ഇനി പോകാൻ ഒരിടമില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും നടന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വാക്യം എനിക്ക് ഓർമ്മ കർത്താവ് കൊണ്ടുവന്ന് തരുന്നത്. അത് യെശയ്യാവിന്റെ പുസ്തകത്തിലാണെന്നോ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ അന്ന് കേട്ട വാക്യം വീണ്ടും ആ മനസ്സിനകത്ത് കിടന്നത് ആത്മാവാം ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. ആമേൻ. നീ ഓർക്കുന്ന പോലെ ഒരു എൻഡ്, അല്ലെങ്കിൽ നീ ഓർക്കുന്ന പോലെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുപോയി ഇത് തീരത്തില്ല. കാരണം നിന്നെ ഞാൻ ചുമ്മാതല്ല വെച്ചിരിക്കുന്നത്, എന്റെ ഉള്ളം കരങ്ങളിൽ നിന്നെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്.
ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ നീ സുരക്ഷിതയാണ്, നിന്റെ കുടുംബം സുരക്ഷിതമാണ്, നിനക്കൊരു അനർത്ഥം വരുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആമേൻ. അതിന്റെ എൻഡ് എന്തായി തീരണമെന്നുള്ളത് എന്റെ കണ്ണ് കാണുന്ന, എന്റെ കണ്ണിൽ ആമേൻ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരം മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാണ് ആ സൺഡേയിൽ ചർച്ചിൽ പോയപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇത് കേട്ടു, അത് എന്തുവാന്ന് ചോദിച്ചപ്പോ പാസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത്, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഈ വാക്യം ഇന്ന സ്ഥലത്തുണ്ട്, 46-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്, അതെടുത്ത് വായിക്കണം, കർത്താവാണ് സംസാരിച്ചത്. ഈ വചനമൊക്കെ സംസാരിച്ച് ആരാധന കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എന്റെ ഹസ്ബൻഡ് ആ വന്നിരുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തിത്വങ്ങളെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, അതായത് ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ ആ സിംഹങ്ങളുടെ വായ അടഞ്ഞുപോയി. അതുവരെ വിശന്നിരുന്നത് ദാനിയേൽ അഭിഷിക്തനായതുകൊണ്ട് വായ അടഞ്ഞു പോയതുപോലെ. ആമേൻ. ഞങ്ങൾ ഫാസ്റ്റ് ചെയ്തു, കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് ആ വ്യക്തിത്വങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ അന്നുണ്ടായിരുന്ന ദേഷ്യമോ ആ വ്യക്തികളോ അല്ല. ആമേൻ. അവർ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു ഹസ്ബൻഡിനോട്, നിങ്ങളുടെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു പോയി, നിങ്ങളുടെ നമ്പർ ഒന്ന് വേണം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടരുത്, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്, എന്നെങ്കിലും നിങ്ങൾ എമൗണ്ട് തിരിച്ചു തന്നാൽ മതി, നിങ്ങളെ സംസാരിച്ചല്ലോ അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമെന്ന് പറഞ്ഞ് ആ വലിയൊരു പ്രോബ്ലത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ ഈസി ആയിട്ട് ആമേൻ, സ്തോത്രം, പുറത്തു കൊണ്ടുവന്നു. പിന്നീട് നടന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആമേൻ കമ്പനിയുടെ പേരിൽ കിട്ടേണ്ട ചെക്കുകൾ അങ്ങനെ കിട്ടത്തുള്ളൂ, എമൗണ്ട് അങ്ങനെ കിട്ടത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതേ സ്ഥലത്ത് ഞങ്ങൾ കടന്നുപോയി. ആ കമ്പനികളിലൊക്കെ എന്റെ ഹസ്ബൻഡ് പോയി അവരെ കണ്ടു, സംസാരിച്ചു. ഇങ്ങനെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോയി. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടേണ്ട സാമ്പത്തികം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ തരത്തില്ല, കമ്പനിയുടെ പേരിലെ ചെക്ക് തരത്തുള്ളൂ. പക്ഷെ അവർ നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ക്യാഷ് ആയിട്ട് കൈ തന്നു. ആമേൻ. ക്യാഷ് ആയിട്ട് കൈ തന്നു. അത് കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കേണ്ടവർക്ക് കടങ്ങളെ വീട്ടുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ വഴികൾ എപ്പോഴും അത്ഭുതമാണ്. ആമേൻ. മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെയാണെന്നുള്ള നമ്മുടെ മൈൻഡ് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ നടത്തിപ്പും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചും ഞങ്ങളെ പഠിപ്പിച്ചും കർത്താവ് ഞങ്ങളെ മുന്നോട്ട് നടത്തി. ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും വീണ്ടും ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമല്ലാതെ എങ്ങനെ കൊതി, എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ പാസ്റ്റേഴ്സ് റെഫറൻസ് പറയുമ്പം എനിക്ക് വായിക്കണം. എനിക്ക് ഭയങ്കര തിടുക്കമായി. എന്റെ മനസ്സിനകത്ത് എന്തോ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ പാസ്റ്റേഴ്സ് റെഫറൻസ് പറയുമ്പോൾ എനിക്ക് ബൈബിൾ ഭയങ്കര വെപ്രാളമായി. എന്റെ കയ്യും എന്റെ മനസ്സും ഒക്കെ എനിക്ക് വായിക്കണം. പക്ഷെ മലയാള അക്ഷരം വായിക്കാൻ എനിക്ക് അറിയത്തില്ല, എങ്ങനെ വായിക്കും? അങ്ങനെ ഇരുന്ന സിറ്റുവേഷനിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എല്ലാ ലാംഗ്വേജും അങ്ങേക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ, അതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിക്കണം. ഞാൻ ജനിച്ചത് കന്നഡ ലാംഗ്വേജ് മാതൃഭാഷയിലാണെങ്കിലും പഠിച്ചതൊക്കെ തമിഴ് ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ ഇപ്പൊ പാർക്കുന്നത്, ദൈവം എന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങേ ആരാധിക്കണമെങ്കിൽ മലയാളം പഠിക്കാതെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കണം, മലയാളത്തിൽ തന്നെ വായിക്കണം. തമിഴ് ബൈബിൾ എനിക്ക് വേണ്ട, ഇംഗ്ലീഷ് ബൈബിൾ എനിക്ക് വേണ്ട. കേരളത്തിൽ വന്നതുകൊണ്ട് മലയാളത്തിൽ വായിക്കണം, മലയാളത്തിൽ അങ്ങയെ പാടി ആരാധിക്കണം, അതുകൊണ്ട് എനിക്ക് മലയാളം പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആമേൻ. ഒരു മനുഷ്യരുടെ സഹായമില്ലാതെ കർത്താവ് എങ്ങും പോയി, ആരും എന്നെ പഠിപ്പിക്കാതെ, എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ കർത്താവ് എന്നെ മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നതിന് ശേഷം ഇന്ന് വരെയും ഞങ്ങളുടെ ചർച്ച എന്നല്ല, പുറത്തെവിടെ മീറ്റിംഗ്സിന് പോയെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ, പാസ്റ്റേഴ്സ് റെഫറൻസ് പറയുമ്പോൾ എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എനിക്ക് വാക്യം കിട്ടുകയും ചെയ്യും, ഞാൻ വായിക്കുകയും ചെയ്യും. കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് ഞാനിത് പറയട്ടെ. ദൈവം, യേശു കർത്താവ് നല്ല ഗുരുവാണ്. ഇപ്പോഴും ആഗ്രഹത്തോടുകൂടെ കർത്താവിന്റെ ശിക്ഷണത്തിലും ശിഷ്യനായിട്ടും ഇരിക്കുവാൻ ആഗ്രഹിച്ച് നാം അവന്റെ പാദപടത്തിൽ ഇരിക്കുന്നെങ്കിൽ നല്ല ഗുരു പഠിപ്പിക്കുവാൻ ഇപ്പോഴും റെഡിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൽ വന്നപ്പം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. ബൈബിൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. ബൈബിൾ എല്ലാ ഫുൾ അതിനകത്ത് എന്താ എല്ലാം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ട് പിന്നെ മലയാളം അറിയത്തില്ല, പോയാൽ മലയാളത്തിൽ എക്സാം എഴുതണം, പഠിക്കണം, നോട്ട്സ് എഴുതണം, ഇതെല്ലാം ചെയ്യണം, അത് അസാധ്യമാണ് എന്നുള്ളത് പോലെ മുമ്പിൽ നിന്നിരുന്നു. പക്ഷെ ഞാൻ എന്റെ ആഗ്രഹം വിടാതെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മലയാളം പഠിപ്പിച്ചതിന് ശേഷം എന്റെ കർത്താവ് എനിക്കൊരു അവസരം തന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് ബൈബിൾ കോളേജിൽ പോയി മലയാളത്തിൽ പഠിച്ചു. മലയാളത്തിൽ എക്സാം എഴുതി പാസ്സാകുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ആമേൻ. ആ മുഴുമഹത്വവും എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എത്ര നല്ലവൻ. ആമേൻ.
ഇങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ മുൻപോട്ട് വന്നെങ്കിലും അപ്പൊ എവിടെ മീറ്റിംഗ്സിന് പോയാലും എല്ലാ കർത്താവിന്റെ ദാസന്മാർ ഞങ്ങൾക്ക് ദൂത് പറയും, നിങ്ങൾ സുവിശേഷ വേലയ്ക്കുള്ളവരാണ്, സുവിശേഷ വേലയ്ക്ക് ഒന്നെങ്കിൽ എന്നോട് പറയും, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനോട് ദൂത് പറഞ്ഞിരിക്കും, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്നത് പാർട്ട് ടൈം ആയിട്ട് സാക്ഷ്യം പറയാനോ ഒക്കെ പോകുമെങ്കിൽ ഫുൾ ടൈം അങ്ങനെ വേണ്ട, പിന്നീട് കുറച്ചുകൂടെ ഒക്കെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അതിനൊരു പെൻഡിങ് വെച്ച് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് 2010 ഡിസംബറിൽ ഞങ്ങൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു ചർച്ചിൽ, ഏജ് ചർച്ചിൽ വിളിച്ചിരുന്നു. അവിടെ പോയി ഞാനും ഹസ്ബൻഡും ഒക്കെ പോയിരുന്നു. അവിടെ പോയിരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയി. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. 4 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അന്ന് മോൾക്കും ഹസ്ബൻഡും ചെറിയൊരു പനിയുണ്ട്. അപ്പം അവിടുന്ന് എന്തോ പനിയുടെ ഗുളികകൾ വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ ട്രെയിനിൽ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷവും ആ പനി ഇങ്ങനെ കൂടി വരിക, മോൾക്കും പാസ്റ്ററിനും കൂടെ. രണ്ടുപേർക്കും പനി കൂടി വന്നപ്പോൾ ഞങ്ങൾ മല്ലപ്പള്ളിയിലുള്ള അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ കൊണ്ട് കാണിച്ചു. 2-3 ഹോസ്പിറ്റൽ മാറി കാണിച്ചു. പക്ഷെ പനി കുറയുന്നില്ല. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ 2 ദിവസം കിടന്നു, വേറൊരു ഇടത്തെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തും ഇഞ്ചക്ഷൻ തന്നു, അവരിങ്ങനെ വീട്ടിൽ വിടുകയാണ്. പക്ഷെ രണ്ടുപേർക്കും കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങളുടെ ചർച്ചിൽ നിന്നും കൂടെ ഉണ്ടായിരുന്ന ആ ബ്രദേഴ്സും കോവർക്കേഴ്സ് അവരൊക്കെ കടന്നു വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര വയ്യാതായിട്ട് ഇനി വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒത്തിരി വയ്യാതായപ്പം അവർ തന്നെ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ടും 4 ദിവസം വരെ അവർ ബ്ലഡ് ടെസ്റ്റും ഇല്ല എന്നൊക്കെയോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് സംഭവം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം 4ാമത്തെ ദിവസമാണ് റിസൾട്ട് വരുന്നത്. എലിപ്പനി പോസിറ്റീവാന്ന് പറഞ്ഞു. മോൾക്കും പപ്പായ്ക്കും 2 പേർക്കും എലിപ്പനി പോസിറ്റീവാന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു. അന്നേരത്തേക്ക് ഇത്രയും ദിവസങ്ങളായതുകൊണ്ട് മോൾക്ക് കൂടുതലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. അവളെ ഇങ്ങനെ റൂമിൽ കിടത്തി അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു. പക്ഷെങ്കിൽ കർത്താവിന്റെ ദാസനെ ഈ അസുഖത്തിന്റെ പ്രോബ്ലംസ് ഒത്തിരി മൂർച്ഛിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ കോൺഷ്യസ് നഷ്ടപ്പെട്ടു, മരുന്നിനോട് പ്രതികരിക്കാതെയായി ഐസിയുയിലേക്ക് കൊണ്ടുപോയി. ഐസിയുയിലേക്ക് കൊണ്ടുപോയപ്പം ഞങ്ങളുടെ ചർച്ചിൽ കൂടെ ഉണ്ടായിരുന്ന ആരാധിക്കാൻ കടന്നു വരുന്നവരിൽ ഒത്തിരി 4-5 പേര് ഈ പുഷ്പഗിരി ഹോസ്പിറ്റൽ വിവിധ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അമേൻ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോടുകൂടെ ഹസ്ബൻഡിനെ ചികിത്സിച്ച് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തിക്ക് ഞങ്ങൾ ചെയ്യാവുന്നതും നോക്കാവുന്നതൊക്കെ നോക്കി, ഇനിയിപ്പം ഈ ബോഡിയിൽ മരുന്നിനോട് റിഫ്ലക്ട് ചെയ്യുന്നില്ല, തന്നെയുമല്ല ഇങ്ങനെ അടിക്കുകയോ പിച്ചുകയോ ചെയ്താൽ പോലും ഹസ്ബൻഡ് കണ്ണു തുറന്ന് നോക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു, ഇനി നിങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞു, 3 മണിക്കൂർ ഞങ്ങൾ സമയം പറയാം, ഇത് ഓക്സിജൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്, അത് മാറ്റിയാൽ പോകും, അത്രേ ഉള്ളൂ എന്നുള്ളത് അവരോട് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, അവരോട് പറഞ്ഞു. അവർ ചർച്ചിലെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഐസിയുയിലാണെന്ന് മാത്രം, അത്രേ ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര സീരിയസ് ആണെന്നുള്ളത് ഞാൻ അറിയുന്നില്ല. എന്നാൽ എനിക്ക് വിഷമമുണ്ട്, മോളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മോള് കൊച്ചു കുഞ്ഞായിരുന്നുകൊണ്ട് അവള് പപ്പായോട് കൂടുതൽ അടുപ്പമാണ്. മോളാണല്ലോ, പപ്പായോടാണ് കൂടുതൽ അടുപ്പം. അവള് പപ്പായെ കാണാതെ വരുമ്പോ ഞാൻ കരയുന്നതും ഇങ്ങനെ ഫോൺ കോൾ വരുന്നതൊക്കെ കണ്ടിട്ട് അവള് ചോദിച്ചു, എനിക്ക് പപ്പ എന്തിയെ, എനിക്ക് എന്റെ പപ്പായെ കാണണം, പപ്പ എന്തിയെ, മരിച്ചു പോയോ എന്നൊക്കെ അവള് ചോദിച്ചു. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു കുഞ്ഞിനെ. പക്ഷെ ഐസിയുയിൽ കൊണ്ടുപോയി കാണിക്കാനും പറ്റത്തില്ല. ഈ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ മോൾ ചൈൽഡ് വാർഡിൽ 4th ഇതിലാണ്, 4ാമത്തെ ഇതിലാണ്, ഫ്ലോറിലാണ് മോൾ കിടക്കുന്നത്. ഹസ്ബൻഡ് ഫസ്റ്റ് ഫ്ലോറിലാണ്. രണ്ടിടത്തും ഞാൻ പോകണം. അതിനിടയ്ക്ക് ICU 0യിൽ മാറ്റിയപ്പോ അവിടെയും പോകണം. ഇങ്ങനെ എല്ലായിടത്തും കൂടെ പോയി നടന്ന് ഞാൻ ആ സമയത്തൊക്കെ ദൈവം എന്നെ നിർത്തിയെന്ന് വേണം പറയാൻ, കൂടുതലൊന്നും ചിന്തിപ്പിക്കാതെ. ലാസ്റ്റ് ടൈമിൽ ഇത്ര സീരിയസ് ആയി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി 10 മണിയോളമായി, 10 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഈ സംഭവം നിന്നോട് ആരും പറയരുതെന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ നിന്നോട് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് ആന്റി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്, മോളെ ഹസ്ബൻഡ് സജിയാണ് പേര്, സജിക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അത് പ്രാർത്ഥന ദൈവം കേൾക്കും, വിടുവിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ മോൾക്കാണ് സജിയുടെ മേലുള്ള ഫുൾ അതോറിറ്റി, അധികാരം ദൈവം തന്നിരിക്കുന്നത് മോൾക്കാണ്. അപ്പൊ മോളുടെ പ്രാർത്ഥനയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ. അത് ദൈവം എന്നോട് വെളിപ്പെടുത്തി തന്നു. മോളോട് ഈ കാര്യങ്ങൾ പറയണമെന്ന് ദൈവം എന്നോട് പറഞ്ഞത് കൊണ്ട് നിന്നോട് ഞാൻ ഇത് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട മാത്രയിൽ എനിക്ക് അതായത് ഏറ്റവും ലാസ്റ്റ് ആണ്, ഇനി 3 മണിക്കൂറേ ഉള്ളെന്നുള്ളത് എന്നോട് പറഞ്ഞപ്പം ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ എല്ലാം കഴിഞ്ഞു,
എന്റെ ഹസ്ബൻഡോട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഈ 2 കൊച്ചുകുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഉണ്ട്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് എന്റെ വിശ്വാസത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങിയത് കൊണ്ട് എന്റെ വീട്ടിലും പോകാൻ പറ്റത്തില്ല, ഹസ്ബൻഡ് വീട്ടിലും പോകാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകും, ഞാൻ ഇനി എന്തോ ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളോടുകൂടെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചില്ല, കരയുകയാണ്. ഈ ചിന്തകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഒത്തിരി ഞാൻ ആ ഫോൺ കട്ട് പോലും ചെയ്യാതെ ആ കട്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കരയുക മാത്രം. ശബ്ദത്തിൽ അടുത്തുള്ള റൂമിൽ വോയിസ് കേൾക്കുമോ എന്ന് പോലും ശ്രദ്ധിക്കാതെ ഞാൻ കരഞ്ഞു ദുഃഖിച്ചിരുന്ന ആ സമയത്ത് ആമേൻ സ്തോത്രം, കർത്താവ് എനിക്ക് ഒരു വെളിപ്പാടിലൂടെ ദൈവ ശബ്ദം കേൾപ്പിച്ചു. ആമേൻ സ്തോത്രം. അത് ഇതായിരുന്നു: മോളെ, നിങ്ങൾ കുടുംബമായിട്ട് എന്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞു. അത്രമാത്രം കർത്താവ് ആ ശബ്ദം എന്നെ കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. ആമേൻ. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന് ഈ രാത്രി കൊണ്ട് തീരുമെന്ന് പറഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് ഇപ്പുറത്ത് എന്നെ കേൾപ്പിച്ചു. ആമേൻ സ്തോത്രം, നീ കുടുംബമായിട്ട് എന്റെ വേല ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവ് പറഞ്ഞ വാക്കിനെ മുറുകെ പിടിച്ചു. ആമേൻ. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു. കാരണം ജീവന്റെ ഉടയവൻ എന്റെ കർത്താവാണ്. ഞങ്ങളെ എത്രയോ രീതിയിലുള്ള മരണങ്ങളിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. ആ കർത്താവ് പറയുന്നുണ്ട്, ആമേൻ, ഡോക്ടർ പറയുന്ന പോലെ ഇന്ന് രാത്രിയിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയാൽ ഞാൻ തനിച്ചായിരിക്കണം കർത്താവിനെ വേല ചെയ്യുന്നത്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് എന്റെ വേല ചെയ്യുമെന്ന്. അപ്പൊ എന്റെ ഹസ്ബൻഡ് മരിക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പോടുകൂടി ഞാൻ കുറച്ചു നേരം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 3-4 മണി കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചു നേരം ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ഈ ICU വാർഡിനകത്ത് നമുക്ക് കയറി പോകാൻ പറ്റും, പേഷ്യൻസിനെ കാണാൻ പറ്റും. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് പോയി കണ്ടപ്പം ആ തലേദിവസ രാത്രിയിൽ 3 ഡോക്ടേഴ്സും 2-3 നേഴ്സസും കൂടെ ഇരുന്ന് അവർ നോക്കിയിരിക്കുകയാണ്. അകത്ത് ഞാൻ കയറി ചെല്ലുന്ന കണ്ടോടനെ ആ ഡോക്ടേഴ്സ് ചിരിച്ചിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആമേൻ, എന്താ മിറക്കിൾ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. രാത്രി ഒരു 12 മണിക്ക് ശേഷം നടത്തിയ ടെസ്റ്റ് മുഴുവനും ആമേൻ പോസിറ്റീവായിരുന്നതെല്ലാം നെഗറ്റീവായി. ആമേൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ ദൈവ ശബ്ദത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുവാനിടയായി. അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം, ദൈവം വാഗ്ദത്തം തന്നിരുന്നത് മുഖാന്തരം, ആമേൻ സ്തോത്രം, അവിടുന്നും ജീവൻ നഷ്ടത്തിലേക്ക് പോകാതെ, മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ എന്റെ കർത്താവ് എന്റെ ഹസ്ബൻഡിന് ജീവൻ തന്നു. ഞങ്ങൾ കടന്നു വന്നു കുടുംബമായിട്ട്. മോൾക്കും സൗഖ്യമായി. ഞങ്ങൾ കടന്നു വന്നതിന് ശേഷം വീണ്ടും കുടുംബമായിട്ട് കർത്താവിന്റെ വേളയിൽ മുമ്പോട്ട് പോയി. കർത്താവിന്റെ മലയാളം പഠിപ്പിച്ചപ്പം അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. യൂത്ത് ക്ലാസ്സുകൾ എടുക്കാൻ സഹായിച്ചു. VBS ഒക്കെ വരുമ്പോൾ അതിനകത്ത് വരുന്ന ടീനേജേഴ്സ് ആയിട്ടിരിക്കുന്ന പിള്ളേർക്ക് തനിയെ ക്ലാസ് എടുക്കാൻ, അങ്ങനെ മലയാളത്തിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചു. കർത്താവിനാണ് മുഴുമഹത്വവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിന്റെ വേളയിൽ കർത്താവിന്റെ ഹിതപ്രകാരം ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. 13-14 വർഷത്തോളം ഞങ്ങൾ മല്ലപ്പള്ളിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ദൈവവേലയോടനുബന്ധിച്ച് ഇവിടെ ചേറ്റുകുടി എന്ന പ്രദേശത്തായിരിക്കുന്നു. ഇതിനോടിടയ്ക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു AG ചർച്ചിൽ മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏപ്രിൽ ഞങ്ങൾ പോയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പം ആ സമയത്ത് അവിടെ ബാംഗ്ലൂരിൽ നല്ല തണുപ്പും നല്ല കൂളിംഗ് ഒക്കെ ആയിരുന്നുകൊണ്ട് സുഖമായിരുന്നു 3-4 ദിവസം. തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പം ആ സമയത്ത് ഏപ്രിൽ ഭയങ്കര ചൂട് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് വീടിന്റെ വാതിൽ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടിട്ട് വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് സെറ്റിയിൽ ഞാൻ ഇരിക്കുകയാണ്. എന്റെ തൊട്ടടുത്ത ഹസ്ബൻഡ് ഉണ്ട്, എതിർവശത്തെ സെറ്റിയിൽ മോളിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ചെറിയ ചാറ്റമഴ മാത്രമാണ്, വലിയ മഴയൊന്നുമില്ല. ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഡോർ ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ സെറ്റിയിൽ വന്നിരുന്നു. വലിയ മഴയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ഇടിവെട്ടുന്ന ഒച്ച കേട്ടു. മിന്നൽ വന്നു. അത് കറക്റ്റ് ഞങ്ങളുടെ വീടിന്റെ ആ വാതിലിന്റെ കറക്റ്റ് അവിടെ തന്നെ വരികയും വന്ന് നിലത്തോട്ട് പതിച്ച് അടുത്ത സെക്കൻഡ് അങ്ങനെ അത് എന്റെ ബോഡിയിലേക്ക് പാസ് ചെയ്തു. ആ മിന്നൽ എനിക്കേറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ശരിക്കും എനിക്ക് അനുഭവിക്കാം. ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന ആ സെക്കൻഡ് കൊണ്ട് എന്റെ 2 കാളെ കൂടെ കയറി ഈ വളത്തെ കൈയുടെ ഈ തോളിന്റെ ഇവിടം വരെ ആ മിന്നലിന്റെ ഇത് കടന്നു വന്നു. എന്റെ കൈയുള്ള ഈ വളത്തെ കൈയൊക്കെ ഇങ്ങനെ ഓടിപ്പോയി. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു. എനിക്ക് ഹസ്ബൻഡിനോട്, എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, മോക്കും ഒരു കുഴപ്പമില്ല, എനിക്ക് മാത്രം. എനിക്ക് ആ സെറ്റിയിൽ നിന്ന് എഴുന്നേക്കാനും പറ്റുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ ഓടിപ്പോയതുപോലായി, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് പറയണമെന്ന് എനിക്കുണ്ട്. എങ്ങനെയോ ഒരു വിധത്തിൽ അവിടുന്ന് ഹസ്ബൻഡിന് മനസ്സിലായിട്ട് എന്നെ പിടിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു മിന്നലേറ്റെന്ന് മാത്രം ഞാൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഹസ്ബൻഡ് അകത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഓർത്ത പിന്നെ പെട്ടെന്ന് മഴയും ഇടിയും മിന്നലും ഒക്കെയായി. അവിടെ കിടത്തിയത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ
നടുവിന് താഴോട്ടുള്ള സംഭവം പോയി, അത്രേ ഉള്ളൂ. എനിക്കിനി നിലത്ത് കാലുകുത്തി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പവറിലാണ് കയറി വന്ന് ഈ കൈയുടെ ഇവിടെ പുറത്ത് തോല് വരെ വന്നത്. ഈ കൈ ഇങ്ങനെ ഇതായിപ്പോയി, കൈക്കും ഒരു സ്ട്രെങ്ത് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നിന്ന് കാൽ തറയിൽ കുത്തിയാലല്ലേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഒരു മിനിറ്റ് പേടിച്ചു പോയി, മോളും ഒക്കെ. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നോക്കാമെന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റപ്പം പതുക്കെ കാൽ ചൂടുകൾ വെക്കാൻ പറ്റും, എന്നാലും കാലിനും ഈ വലത്തെ കൈക്കും ബലമില്ല. ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ. ചെന്ന ഉടനെ അവർ പെട്ടെന്ന് ECG ചെയ്യണമെന്ന് പറഞ്ഞ് ECGക്ക് കയറ്റി. ECG നോക്കിയപ്പം ദൈവകൃപയാൽ അത് നോർമൽ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ചോദിച്ചു എന്തോ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാളെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഇതിലൂടെ കടന്നു വന്നു പറഞ്ഞു. അധികം സംസാരിക്കാൻ പോലും പറ്റത്തില്ല, സ്ട്രെങ്ത് മുഴുവൻ പോയി. അങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, ഈ കാളെ കൂടെ കടന്നു വന്ന് വലത്തെ കൈ കൂടെ കടന്നു പോയതിന് പകരം ഇടത്തെ കൈ കൂടെ കടന്നു വന്നിരുന്നെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ആകും, നിങ്ങൾ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമേ ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഡെത്ത്. ഹോസ്പിറ്റൽ വരെ വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഹല്ലേലൂയ, ജീവന്റെ അധികാരിയായ കർത്താവ് ഏതൊരു വിധത്തിലും ദൈവിക പദ്ധതിയെ ഫുൾഫിൽ ചെയ്യാതെ കർത്താവ്, ആമേൻ സ്തോത്രം, മാറത്തില്ല. അത് എന്റെ ജീവിതത്തിൽ കർത്താവ് വീണ്ടും ഒരു അനുഭവം കൂടി കർത്താവ് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന സംഭവമാണ്, ലെഫ്റ്റ് സൈഡിൽ കയറി വന്നിരുന്നെങ്കിൽ ഹാർട്ട് ജാമായി പോകും, അന്നേരം തന്നെ ഡെത്ത് ആണ്, പിന്നെ ഹോസ്പിറ്റലിൽ വരെ വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ രീതിയിൽ വാഗ്ദത്തമുള്ള വ്യക്തിത്വത്തെ പൈശാചികൻ നശിപ്പിക്കുവാൻ നോക്കിയാലും വാഗ്ദത്തം നിറവേറുന്നത് വരെ ജീവന്റെ അധികാരിയാകുന്ന കർത്താവ് നമ്മെ സൂക്ഷിക്കും, കർത്താവ് നടത്തും എന്നുള്ളതിന്റെ മറ്റൊരു അനുഭവം കൂടിയാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിന് മുമ്പ് കർത്താവ് തന്നത്. ആമേൻ. അതിന്റെ ക്ഷീണങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ അത്ഭുതപ്പെട്ടു. ആമേൻ സ്തോത്രം. ആ ക്ഷീണങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറി, കർത്താവ് പഴയതിലധികമായി ബലം തന്നു. അതിനേക്കാൾ കൂടുതൽ പറയേണ്ട ഒരു കാര്യം, ഈ മിന്നലിന്റെ പവർ എത്രയായിരുന്നെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് മേലിലായിട്ട് വലിയൊരു ആഞ്ഞിലി മരം ഉണ്ടായിരുന്നു. ആഞ്ഞിലി മരത്തിന്റെ മേൽ തൊട്ട് അടി വരെ, വേര് വരെ മുഴുവനും കരിഞ്ഞു നിൽക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ ഫുൾ ആ മരത്തിന്റെ ഇല വരെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ മരത്തിന്റെ കുറച്ചിപ്പുറത്ത് ഞങ്ങളുടെ വീടിന്റെ മേൽവശത്തുള്ള വീട്ടിലുണ്ടായിരുന്ന അവരുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ മുഴുവനും, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ബൾബ്, സകല സാധനങ്ങൾ കത്തി, അവരുടെ ഇലക്ട്രിക് ലൈൻ മുഴുവൻ കത്തി. അവർ പേടിച്ച് റോഡിലേക്ക് ഒച്ച വെച്ചവർ ഇറങ്ങി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു അനുഭവം, ആ മിന്നലാണ് എനിക്ക് ഏറ്റത്. എനിക്കും ഒന്നും സംഭവിച്ചില്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു 0 വാട്ട്സ് ബൾബിന് പോലും ഒന്നും സംഭവിച്ചില്ല. കർത്താവ് എല്ലാം ഞങ്ങൾക്കുള്ളതിനെ എല്ലാം കർത്താവ് സൂക്ഷിച്ചു. ജീവന്റെ അധികാരി കർത്താവാണെന്നുള്ളത് ഞങ്ങളുടെ ലൈഫിൽ ഒന്നും കൂടി ഒന്ന് രുചിച്ചറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ ഭവനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ല. ആമേൻ. എന്റെ പപ്പായും മമ്മിയും മാത്രം മമ്മിക്ക് കിട്ടിയ ഒരു സൗഖ്യത്തിന്റെ അനുഭവത്തിലൂടെ അവർ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനിടയായി. എന്നാൽ പൂർണ്ണമായ ഒരു ലെവലിൽ അവർ ആരും വന്നിട്ടില്ല. എന്റെ ഭവനത്തിലുള്ളവരെല്ലാം ഞങ്ങൾ സുവിശേഷം പറയുകയും അവർക്കെല്ലാം ലൈഫിൽ കർത്താവിന്റെ അത്ഭുതം അവർ ഓരോ പ്രാർത്ഥനാ വിഷയം ചോദിക്കുമ്പോഴും ദൈവം അവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ആയിരിക്കുന്നു. ഞങ്ങളെ കർത്താവ് കുടുംബമായിട്ട് ഇപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വണ്ടൻമേടിനടുത്തുള്ള ചേറ്റുകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ നാമമഹത്വത്തിനായി ദൈവം ഞങ്ങളെ ഇവിടെ ഉപയോഗിക്കുന്നു. ഇത്രയും സമയം സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് അവസരം തന്ന അരോമ TV ചാനലിനും പാസ്റ്ററിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് കടന്നു വരിക എന്ന് പറയുന്നത് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും മുൻനിർണയവും ഇല്ല എങ്കിൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരു മലയാളി അല്ലാത്ത, അല്ലെങ്കിൽ കർണാടകയിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പഠിച്ച് വളർന്ന ഒരു വ്യക്തിക്ക് കേരളത്തിൽ ഇന്ന് സുവിശേഷ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മുന്നമേ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ പൂജകളും കർമ്മങ്ങളും ആഴിയിൽ കൂടിയുള്ള നടപ്പും അതിനോടനുബന്ധിച്ചുള്ളതായ കർമ്മക്രിയാദികളൊക്കെ ചെയ്ത് ആ നിലയിൽ ജീവിതം ആരംഭിച്ച ഒരു കുട്ടിക്കാലം, ഒരു ബാല്യം. എന്നാൽ വളർന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം അതിൽ നിന്നൊക്കെ അടർത്തി മാറ്റി അബ്രഹാമിനെ ദൈവം ജാതികളുടെ ഇടയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് മറ്റൊരു ദേശത്തേക്ക് ദൈവം
കാണിപ്പാനിരിക്കുന്ന ആ ഒരു ദേശത്തേക്ക് അബ്രഹാം യാത്ര ചെയ്തതുപോലെ മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയിൽ ദൈവീയ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവ ശബ്ദം തിരിച്ചറിയുവാൻ തുടങ്ങി. അതിനു മുൻപ് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവീയ ഇടപെടലുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പദ്ധതികളെയും മനസ്സിലാക്കി നിൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. ഞാൻ ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് കേരളത്തിലുള്ളതായ ജനങ്ങളുടെ ഇടയിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ സജിയെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് പിന്നെ ശക്തമായി നിങ്ങളെ കുടുംബമായി 4 പേരെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാകുമായിരിക്കാം. എങ്കിൽ ആമേൻ, ഈ വാത്സല്യ സഹോദരി തന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും ആ വലിയ ഒരു തീവ്രമായ ഒരു ആഗ്രഹം തന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ ആഗ്രഹം ദൈവം സഫലീകരിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് ഒരു ദൈവത്തിന്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന നല്ല ഒരു പാത്രമായി ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, തന്റെ കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം കേട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ തിരിച്ചറിയുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇതിനോടകം കർത്താവ് നിങ്ങളോട് പല സന്ദർഭങ്ങളിൽ ഈ ചാനലിലൂടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, അത് കേട്ട് കഴിഞ്ഞ വ്യക്തികളാണ് എങ്കിൽ ഇന്ന് ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ, കർത്താവെ അങ്ങ് എന്നോട് സംസാരിച്ചു, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? എങ്കിൽ ആ ദൈവത്തിന്റെ കരസ്പർശനം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. വ്യക്തിപരമായ ഒരു ഇടപെടൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഈ സാക്ഷ്യം നിങ്ങൾക്ക് അതിനൊരു മുഖാന്തരമാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. കർത്താവെ, ഞാനിതായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് ആര് പ്രാർത്ഥിക്കും, ആര് ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെങ്കിൽ താങ്കൾ രോഗിയായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, അതുപോലെ ജപ്തി നടപടികളുമായിട്ടൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരപ്പെട്ട്, നാളെക്കുറിച്ച് ആശങ്കപ്പെട്ട്, ജീവിതത്തിൽ എന്തെന്നില്ലാതെ നിരാശയോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെങ്കിൽ വിവിധ രോഗങ്ങൾ കടിമയായിരിക്കാം, അപകടത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം, പല വിധത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് യേശു നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നാൽ നിങ്ങളെ പൂർണ്ണമായതിൽ നിന്ന് രക്ഷിപ്പാൻ, പൂർണ്ണമായി നിങ്ങളെ വിടുവിക്കുവാൻ, പൂർണ്ണമായി നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് താങ്കളൊന്ന് വിശ്വസിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഷീജ സജി അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നല്ല പിതാവേ, കരുണയുള്ള കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ വഴികൾ എത്ര അത്ഭുതമെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഓരോ ദിവസവും കാണിക്കുന്ന വിധങ്ങൾക്കായി നന്ദി യേശുവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് ശ്രവിക്കുന്ന, ഇനി ശ്രവിക്കുവാൻ പോകുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സകലത്തിനും മതിയായ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ കടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ അത്ഭുത വിടുതൽ, കർത്താവിന്റെ സൗഖ്യം അവർക്ക് കൊടുക്കണമേ. പ്രത്യേക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന, ആമേൻ, ഇനി മുൻപിൽ ഒരു വഴി കാണാതെ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ പിതാവേ, അവർക്കുള്ള അത്ഭുത വഴികൾ കർത്താവെ അവിടുന്ന് തുറന്നു കൊടുത്ത് അവരെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, എല്ലാറ്റിലുപരിയായി ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കർത്താവെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ, ആമേൻ, അവരെല്ലാവരും രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമേ സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളിലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ
വ്യാകുല ചിന്തകൾ വിട്ടൊഴിഞ്ഞ് കർത്താവിൽ സന്തോഷിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നിറയുവാൻ, ആത്മസാന്നിധ്യത്തോടുകൂടി ജീവിക്കുവാൻ, നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ എല്ലാവരെയും ദൈവാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനൊക്കെ മുഖാന്തരമായി നിൽക്കുന്ന ആമേൻ കർത്താവ് സ്തോത്ര ഡാനിയൽ പാസ്റ്റർക്കായി, കുടുംബത്തിനായി, അവരുടെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകർക്ക് പ്രയോജനകരമാം വണ്ണം ഇനിയും കർത്താവ് ഈ പ്രവർത്തനങ്ങളെ വളർത്തണം. ആമേൻ സുവിശേഷ വേളയിൽ വർദ്ധിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ സിസ്റ്റർ ഷീജ സജി ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തതിന് കർത്താവിന്റെ ആശയുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശക്തമായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവസൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യവും അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ, അവരും കേൾക്കട്ടെ. അവരിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ഇന്ന് തന്നെ ഞങ്ങളെ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com